അപ്പോൾ ഗുഡ് ഈവനിങ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് 3 പേഴ്സണാലിറ്റി തിയറീസ് ആണ് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ എറിക് ഫ്രോം എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സൈക്കോ അനലിസ്റ്റിന്റെ ഒരു തിയറിയാണ്. രണ്ടാമത് വരുന്നത് ഹാരി സ്റ്റാക്ക് സളിവൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിയും പിന്നെ എറിക് എറിക്സൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെയാണ്. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്തു പോകുന്ന വഴി ഡീറ്റെയിൽ ആയിട്ട് ഓരോരുത്തരുടെ നോക്കാം. നമുക്കിപ്പോൾ എറിക് ഫ്രോമിന്റെ തിയറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആഡ്ലറിന്റെ തിയറി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ കെരൻ ഹോണയുടെ തിയറി ആണെങ്കിലും അതിൽ കുറച്ച് സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മൾ സമൂഹത്തിലുള്ള നമുക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ്, നമ്മുടെ പാരന്റ്സ് ആയിട്ട് നമുക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഇത്തരത്തിലുള്ള തിയറിസ്റ്റുകളുടെ തിയറികളിൽ നിന്ന് നമുക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വശം പിടിച്ചിട്ട് തന്നെയാണ് ഇനിയുള്ള പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റുകളുടെ തിയറീസ് ഒക്കെ പോകുന്നത്. ഇതിപ്പോ ഈ 3 പേരുടെ ആണെങ്കിലും അതിൽ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് എന്ന് നമുക്ക് പറയാനുള്ളത് സോഷ്യൽ റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ ഒരു വശം പിടിച്ചിട്ടാണ് പോകുന്നത്. ഇനി ഈ 3 തിയറിസ്റ്റുകളിൽ എറിക് ഫ്രോമിന്റെ തിയറി നമ്മൾ എടുക്കുകയാണെങ്കിൽ, എറിക് ഫ്രോമിന്റെ ഒരു നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുണ്ടാവുന്ന ഒരു തിയറിയാണ് മനസ്സിലാക്കാൻ. സാധാരണ സൈക്കോളജി സ്റ്റുഡൻസ് ആണെങ്കിലും സൈക്കോളജിയുടെ കോഴ്സുകൾ പഠിക്കുകയാണെങ്കിലും എറിക് ഫ്രോമിന്റെ തിയറി അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറില്ല. കാരണം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു സൈക്കോ അനലിസ്റ്റ് മാത്രമല്ല, അദ്ദേഹം ഒരു ഫിലോസഫർ എന്ന പേരിലും കൂടി പ്രശസ്തനായ ഒരാളാണ്. ഇപ്പൊ ഫിലോസഫി അറിയാലോ, സാധാരണ ആളുകൾക്ക് എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലാണ് അധികം ഫിലോസഫേഴ്സ് എഴുതി കൂട്ടാറുള്ളത്. അപ്പോൾ എറിക് ഫ്രോമിന്റെ തിയറീസ് നിങ്ങൾ വീഡിയോസ് എടുത്ത് പഠിക്കുകയാണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു പഠിക്കുകയാണെങ്കിലും ഒക്കെ അത്യാവശ്യം കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിൻ പോയിന്റ് മാത്രമേ ഇവിടെ എടുത്തിടുന്നുള്ളൂ. ഭയങ്കര വൈഡാണ് അദ്ദേഹത്തിന്റെ തിയറി. അപ്പോൾ പേഴ്സണാലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എറിക് ഫ്രോമിന്റെ തിയറി എന്ന് എടുക്കുന്നുള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എറിക് ഫ്രോമിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അദ്ദേഹം ഒരു ജർമ്മൻ സൈക്കോ അനലിസ്റ്റ് ആണ്. നമ്മളിപ്പോ ഒരുപാട് സൈക്കോളജിസ്റ്റുകളെ ഇതുവരെ നോക്കിയതിലെല്ലാവരും ജർമ്മൻ വംശജർ അങ്ങനെ കുറെ പേരുള്ളതായിട്ട് കണ്ടു. ഈ യൂറോപ്യൻ ഡോമിനേഷൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെ ആയിരുന്നു ആ സമയത്തുള്ള ഒരു സൈക്കോളജി. പിന്നീടാണ് അത് അമേരിക്കയിലേക്ക് പോയതും പിന്നെ അമേരിക്കയിൽ നിന്ന് ഒരുപാട് തിയറീസ് ഒക്കെ വരുന്നത്. അപ്പോൾ ജർമ്മൻ സൈക്കോ അനലിസ്റ്റ് നമ്മുടെ ഫ്രോയിഡിന്റെ ഒക്കെ പോലെ തന്നെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തുകള് ഫിലോസഫിയിലേക്കും ആന്ത്രപ്പോളജിയിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ഒക്കെ പോവുകയായിരുന്നു. അപ്പോ തുടക്കത്തിൽ സൈക്കോളജിയുടെ വിഷയങ്ങളാണ് സംസാരിച്ചതെങ്കിലും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഫിലോസഫിക്കലി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് എറിക് ഫ്രോം അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി തിയറിയിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയുക, ജസ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, വളരെ ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ തന്നെ ഫ്രോയിഡിന്റെ ഏത് ആശയമായിട്ടാണ് ഡിസഗ്രി ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു പോയിന്റിലാണ് നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരുന്നത്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും പറയാൻ പോകുന്നത്. അദ്ദേഹം ബയോളജി ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞിട്ടില്ല, ബയോളജി സിഗ്നിഫിക്കന്റ് ആണെങ്കിലും ഇതുവരെയുള്ള ലാസ്റ്റ് 2 സൈക്കോളജിസ്റ്റുകൾ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫോഴ്സസ്, നമുക്കുണ്ടാകുന്ന ബന്ധങ്ങൾ, നമ്മൾക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ, സമൂഹത്തിൽ കൾച്ചറിന്റെ നിലനിൽപ്പ്, സംസ്കാരം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റീനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നത് എന്നാണ് എറിക് ഫ്രോം പറഞ്ഞത്. അവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്: മാൻസ് ബയോളജിക്കൽ വീക്ക്നെസ് ഇസ് ദ കണ്ടീഷൻ ഓഫ് ഹ്യൂമൻ കൾച്ചർ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ, സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പോരായ്മകൾ ആ വ്യക്തിയുടെ സമൂഹത്തിന്റെ പോരായ്മയാണ് എന്നുള്ള രീതിയിലൊക്കെ എറിക് ഫ്രോം എഴുതിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് പ്യുവർലി ഡിറ്റർമിനിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ജനിച്ചാൽ ഇതേപോലെ തന്നെ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവം എല്ലാം ജനിക്കുമ്പോൾ കിട്ടുന്നതാണെന്ന് പറയുന്നതിന് പകരം സമൂഹവും കൾച്ചറും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നതായിരുന്നു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ബാക്കിയുള്ള സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് പോലെ സമൂഹവും കൾച്ചറും ഇമ്പോർട്ടന്റ് ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കല്ല എറിക് ഫ്രോം ചെയ്യുന്നത്. അദ്ദേഹം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഫിലോസഫിയുടെ സൈഡ് പിടിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആശയത്തിൽ പേഴ്സണാലിറ്റി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
ഇനി ഇനി അങ്ങോട്ടുള്ള ഒരു 2-3 സ്ലൈഡിലാണ് ഇയാളുടെ ഫിലോസഫിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് പക്ക ക്ലിയർ ആക്കി പോയാലേ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ടൈപ്സ് മനസ്സിലാവുള്ളൂ. നമുക്ക് കാണാതെ പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ മനസ്സിലാവുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്: മോഡേൺ പീപ്പിൾ സഫർ ഫ്രം ഫീലിംഗ്സ് ഓഫ് ലോൺലിനെസ്, ഐസൊലേഷൻ ആൻഡ് ഇൻസിഗ്നിഫിക്കൻസ്. ശ്രദ്ധിക്കണം, എല്ലാ പീപ്പിളും എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മോഡേൺ പീപ്പിൾ, ആധുനിക മനുഷ്യർ. അതായത് 19-ാം നൂറ്റാണ്ടും അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ടിട്ടുള്ള മനുഷ്യരെല്ലാവർക്കും എന്തുണ്ട്? ഫീലിംഗ്സ് ഓഫ് ലോൺലിനെസ്, ഒറ്റപ്പെടൽ, ഐസൊലേഷൻ, ഒരു എന്താ പറയുക, നല്ല ബന്ധങ്ങളില്ലാത്തൊരവസ്ഥ, ഒറ്റപ്പെടൽ, ആൻഡ് ഇൻസിഗ്നിഫിക്കൻസ്, എനിക്ക് ഈ ഒരു സമൂഹത്തിൽ ഒരു വിലയും ഇല്ല എന്നുള്ളൊരു ചിന്താഗതി ഈ മോഡേൺ പീപ്പിളിന് എല്ലാവർക്കും ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ പോയിന്റ്. അപ്പൊ മോഡേൺ പീപ്പിൾ സഫർ ഫ്രം ഫീലിംഗ്സ് ഓഫ് ലോൺലിനെസ്, ഐസൊലേഷൻ ആൻഡ് ഇൻസിഗ്നിഫിക്കൻസ്. അപ്പോ അദ്ദേഹം പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഡെവലപ്പ് ആകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഐസൊലേഷൻ, ലോൺലിനെസ്, ഇതിനെല്ലാം ഒളിച്ചോടി അല്ലെങ്കിൽ ഇതിനെല്ലാം ഒഴിവാക്കിയിട്ട് ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഓരോ വ്യക്തിയുടെയും ഇന്നത്തെ പേഴ്സണാലിറ്റിയിലേക്ക് നയിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അപ്പൊ ചെറിയ കുട്ടിയായിരുന്നത് തൊട്ട് എല്ലാവർക്കും ലോൺലിനെസ്സും ഐസൊലേഷനും ഇൻസിഗ്നിഫിക്കൻസും ഉണ്ടായിരിക്കും. വളർന്ന് വലുതാവും തോറും ഈ ലോൺലിനെസ്, ഒറ്റപ്പെടൽ കുറയ്ക്കാനും ഐസൊലേഷൻ കുറയ്ക്കാനും ഇൻസിഗ്നിഫിക്കൻസ് കുറയ്ക്കാനും ഞാൻ ഒന്നുമല്ല എന്നുള്ള തോന്നൽ കുറയ്ക്കാനും ഒക്കെയാണ് ഓരോ വ്യക്തി ജീവിക്കുന്നത്. അതുവഴിയാണ് ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുന്നത് എന്നാണ് എറിക് ഫ്രോം പറയാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് പോയിന്റ്, എല്ലാവർക്കും ലോൺലിനെസ്, ഐസൊലേഷൻ, ഇൻസിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് എറിക് ഫ്രോം ഇപ്പൊ നിങ്ങളോട് വന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, എല്ലാവർക്കും ലോൺലിനെസ് ഉണ്ട്, ഇൻസിഗ്നിഫിക്കൻസ് ഉണ്ട്, ഐസൊലേഷൻ ഉണ്ട്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം: എല്ലാ മനുഷ്യർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഞാനൊന്നുമല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുന്നത്? എന്താണ് ലോൺലിനെസിന്റെ അടിസ്ഥാനപരമായ കാരണം? ഒറ്റപ്പെടലിന്റെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യരുടെ ഇടയിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം. അപ്പൊ എറിക് ഫ്രോം അതിനെന്താണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്? എറിക് ഫ്രോം പറഞ്ഞു, ഫ്രീഡം കോസസ് ലോൺലിനെസ്, ഐസൊലേഷൻ ആൻഡ് ഇൻസിഗ്നിഫിക്കൻസ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് അത്, അല്ലെ? നമ്മുടെ ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരുപാട് പേരുടെ കഥകൾ അതിൽ കേൾക്കാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സമൂഹങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. ഇതൊന്നും പോരാനിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഓരോരോ ചെറിയ ചെറിയ ഓരോരോ പോരാട്ടങ്ങൾ നടക്കാറുണ്ട്. നമ്മള് വീട്ടിൽ അച്ഛനും അമ്മയായിട്ടും അടികൂടും, അല്ലെങ്കിൽ സഹോദരന്മാരായിട്ടൊക്കെ അടികൂടും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെ? അപ്പൊ നമ്മള് ആധുനിക മനുഷ്യൻ എന്നൊരു മോഡേൺ പീപ്പിൾ, ആധുനിക മനുഷ്യന് സ്വാതന്ത്ര്യം എന്നുള്ള കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ എറിക് ഫ്രോം പറയുന്നത് എന്താണ്? നിങ്ങൾ അനുഭവിക്കുന്ന ലോൺലിനെസ്, നിങ്ങൾ അനുഭവിക്കുന്ന ഐസൊലേഷൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഇൻസിഗ്നിഫിക്കൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഫിലോസഫിക്കലായിട്ട് പുള്ളി പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ മിലൻ കുണ്ടറ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളെ രാവിലെ ആരും എഴുന്നേൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി രാത്രി ആരും കാത്തിരിക്കുന്നില്ല, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ള എന്താ പറയുക, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെ സ്വാതന്ത്ര്യം എന്നാണോ വിളിക്കുക, ലോൺലിനെസ് എന്നാണോ വിളിക്കുക എന്ന് മിലൻ കുണ്ട്ര എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു അതേ രീതിയിലുള്ള ഒരു റീസണിങ് ആണ് എറിക് ഫ്രോം പറയുന്നത്. എറിക് ഫ്രോം പറയുന്നത് എന്താന്ന് വെച്ചാൽ, വ്യക്തി സ്വാതന്ത്ര്യത്തിന് അത്രയും അധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ആധുനിക സമൂഹത്തിൽ ഈ എന്താ പറയുക, ബന്ധങ്ങൾ വളരെയധികം ശിഥിലമായി, അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാത്ത അവസ്ഥയായി. അപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അയാളുടെ കരിയർ, അയാളുടെ എന്താ പറയാ പൈസ ഉണ്ടാക്കുന്ന ആഗ്രഹങ്ങൾ, അയാളുടെ സ്വപ്നങ്ങൾ ഒക്കെ തേടി അയാൾക്ക് എത്ര ദൂരം വേണമെങ്കിലും മുമ്പോട്ട് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തികളുടെയും ബന്ധങ്ങൾ ഇല്ലാതാവുന്നതും ആ ബന്ധങ്ങൾ ഇല്ലാതാവുമ്പോൾ ലോൺലിനെസ്, ഐസൊലേഷൻ, ഇൻസിഗ്നിഫിക്കൻസ് ഒക്കെ വരുന്നത് എന്നാണ് എറിക് ഫ്രോമിന്റെ ഫസ്റ്റത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഓക്കെ, അപ്പൊ എല്ലാവർക്കും ലോൺലിനെസ് ഉണ്ട്, ലോൺലിനെസ് ഉണ്ടാക്കുന്നത് ഫ്രീഡം ആണ് എന്നുള്ള വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഇനി എറിക് ഫ്രോം തന്നെ പറയുന്നുണ്ട്, ഈ ഐസൊലേഷൻ അല്ലെങ്കിൽ ലോൺലിനെസ് ഇത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയല്ല, അല്ലെ? ഒറ്റപ്പെടലും എന്താ പറയുക ഇൻസിഗ്നിഫിക്കന്റ് ആണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥയൊന്നും ആർക്കും അത്ര രസകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. അപ്പൊ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഐസൊലേഷൻ, ലോൺലിനെസ് ഒക്കെ ഒഴിവാക്കണമെന്നുണ്ട്. അവർക്ക് ഈ ഐസൊലേഷന്റെയും ലോൺലിനെസിന്റെയും അവസ്ഥയിൽ നിന്ന് മാറിപ്പോകണം, തിരിച്ച് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് തിരിച്ചു വരണം. ഓക്കെ, അപ്പോ
ഈ ഐസൊലേഷൻ ലോൺലിനെസ്സിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്താണ് ഓരോ വ്യക്തിയുടെയും ആവശ്യം. പീപ്പിൾ നീഡ് ടു എസ്കേപ്പ് ഫ്രം ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ്. ഐസൊലേഷനും ലോൺലിനെസ്സിൽ നിന്നും എസ്കേപ്പ് ചെയ്യണം ആളുകൾക്ക്. ഓക്കെ, അപ്പോ എന്താണ് ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് ഉണ്ടാക്കുന്നത്? ഫ്രീഡം ആണെന്നും പറഞ്ഞു. സോ ലൈഫ് എന്ന് പറയുന്നത് എസ്കേപ്പ് ഫ്രം ഫ്രീഡം ആണ്. ആ രീതിയിലുള്ള ഒരു കണക്ഷനാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ വരുന്നത്. എല്ലാ മനുഷ്യർക്കും ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് ഉണ്ട്. ലോൺലിനെസ് ആൻഡ് ഐസൊലേഷൻ ഉണ്ടാക്കുന്നത് ഫ്രീഡം ആണ്. അങ്ങനെയാണെങ്കിൽ ലോൺലിനെസ്സും ഐസൊലേഷനും ഇല്ലാതാകണമെങ്കിൽ ആൾക്കാർ ഫ്രീഡത്തിൽ നിന്ന് പോകണം. ആൾക്കാർ കൂടുതൽ ഫ്രീഡം തേടി പോകുന്ന അവസ്ഥയിൽ നിന്ന് പോകണം. വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ്. ഇതാണ് അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ഫിലോസഫി. അദ്ദേഹത്തിന്റെ ഫസ്റ്റത്തെ അല്ല, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പുസ്തകത്തിന്റെ പേരും ഇത് തന്നെയായിരുന്നു, എസ്കേപ്പ് ഫ്രം ഫ്രീഡം. സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, എനിക്ക് വേണ്ട അവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്ന മനുഷ്യരെ, നിങ്ങൾ സ്വാതന്ത്ര്യം തേടി നടക്കുന്നത് നിർത്തൂ. നിങ്ങൾ തിരിച്ച് പഴയ സംസ്കാരങ്ങളിലൊക്കെ ഉള്ളതുപോലെ വളരെ റിജിഡ് ആയിട്ടുള്ള കുടുംബ ബന്ധങ്ങളിലേക്കും വളരെ എന്താ പറയുക ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് പോലെയുള്ള സമൂഹങ്ങളിലേക്കും തിരിച്ചു പോകൂ എന്നുള്ളൊരു ധ്വനി അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ട് തന്നെ എറിക് ഫ്രോം പറയുകയാണ്, നമ്മുടെ വ്യക്തിത്വം, സെൽഫ് ഡെവലപ്പ് ആവാൻ എന്തു വേണം? ഫ്രീഡം വേണം. വീണ്ടും പ്രശ്നക്കാരനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചു. സെൽഫ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീഡം വേണം. ഇതുവരെ പറഞ്ഞത് എന്താണ്? ഫ്രീഡം കാരണമാണ് ലോൺലിനെസ് ഉണ്ടാകുന്നത്, ഐസൊലേഷൻ ഉണ്ടാകുന്നത്, ഇൻസിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നത്. ഫ്രീഡം തേടി മനുഷ്യരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ബന്ധങ്ങളെല്ലാം ഇല്ലാതാവുന്നു. അയാളിൽ സെൽഫിഷ് ആയിട്ട് ഇങ്ങനെ നീങ്ങി പോകുന്നു. അത് കാരണമാണ് ലോൺലിനെസ് ഉണ്ടാകുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞത്. പക്ഷെ അതേസമയം എറിക് ഫ്രോം പറയുകയാണ്, ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് ഫ്രീഡം ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു നിയമം ഫോളോ ചെയ്യാണ് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു കുടുംബത്തിൽ ഇന്ന നിയമങ്ങളുണ്ട്, ആ ഒരു നിയമം മാത്രമേ നിങ്ങൾ അനുസരിക്കുന്നുള്ളൂ. ആ ഒരു കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. കുടുംബത്തിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ വീട്ടിലുണ്ടാവണം എന്ന് പറയുന്നത് മാത്രമേ നിങ്ങൾ അനുസരിക്കുന്നുള്ളൂ. അതിനപ്പുറം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുകയുമില്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഫ്രീഡം ലോൺലിനെസ് ഉണ്ടാക്കുന്നു എന്നുള്ള ഫസ്റ്റത്തെ പോയിന്റ്. എല്ലാവരും അതുകൊണ്ട് ഫ്രീഡം കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു പോയിന്റ് എറിക് ഫ്രോം പറഞ്ഞു. എസ്കേപ്പ് ഫ്രം ഫ്രീഡം ആണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു. അതേസമയം എന്ത് പറഞ്ഞു? സെൽഫ് നീഡ്സ് ഇൻഡിവിജ്വൽ എക്സ്പ്ലോറേഷൻ ടു ഫ്രീഡം. തീരെ ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ പറ്റുമോ? ഇല്ല. തീരെ ഫ്രീഡം ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവില്ല. ആരൊക്കെയോ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമായിരിക്കും നിങ്ങളുടെ. അപ്പൊ എന്താണ് പേഴ്സണാലിറ്റി എന്ന ചോദ്യത്തിന് എറിക് ഫ്രോം പറഞ്ഞ ഉത്തരാണ്, പേഴ്സണാലിറ്റി ഡെവലപ്സ് ആസ് എ റിസൾട്ട് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എ ഡിമാൻഡ് ഫോർ ഫ്രീഡം ആൻഡ് നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീഡം വേണം. എന്നാൽ കൂടുതൽ ഫ്രീഡം വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ട് റിയലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ തകരും. അപ്പൊ നിങ്ങൾക്ക് സെക്യൂരിറ്റി, ലവ് ഒന്നും കിട്ടാതിരിക്കും. ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് ഓരോ മനുഷ്യരും കൊണ്ടുപോയാലാണ് നല്ല രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുള്ളൂ എന്നാണ് എറിക് ഫ്രോം പറയുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എന്ന് എനിക്കറിയാം. ഈ എറിക് ഫ്രോമിന്റെ ഫിലോസഫി സ്റ്റൈൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തിയറിയും ആ ഒരു രീതിയിലേക്ക് തന്നെ വരുന്നത്. ഓക്കെ, അപ്പോ ഫ്രീഡം ആണ് ലോൺലിനെസ്സും ഐസൊലേഷനും ഇൻസിഗ്നിഫിക്കൻസും ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ എറിക് ഫ്രോം പറയുന്നത്, തീരെ ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യർ പോവുകയാണെങ്കിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിത്വം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ലാതെയും പോകും. അപ്പോൾ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ഫ്രീഡം ആൻഡ് എന്താ പറയുക സെക്യൂരിറ്റി, ലവ്, റിലേഷൻഷിപ്പ്, ഇത് രണ്ടും തമ്മിൽ ഒരു ബാലൻസ് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സിംഗിൾ പാരന്റിന്റെ വീടാണെന്ന് വിചാരിക്കുക കേട്ടോ. അതായത് അച്ഛനോ അമ്മയോ മാത്രമേ ഉള്ളൂ ആ കുട്ടിക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ ആ കുട്ടിക്ക് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ആണ്. ആ കുട്ടിയുടെ ഫുൾ ഡെവലപ്മെന്റിന് ആ കുട്ടിക്ക് എത്ര വേണമെങ്കിലും പഠിച്ചൊരു ശാസ്ത്രജ്ഞനാവാനുള്ള ലെവലിലൊക്കെ ആ കുട്ടിക്ക് വേണമെങ്കിൽ എന്താ പറയുക കഴിവുണ്ട് എന്ന് വിചാരിക്കുക. സോ ആ കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ആ കുട്ടി എക്സ്പ്ലോർ ചെയ്യണം, അത് അല്ലെ, ഫ്രീഡം വേണം. അപ്പൊ ആ കുട്ടി ആ ഫ്രീഡം സ്വീകരിച്ചിട്ട് കൂടുതൽ ഫീൽഡുകളൊക്കെ പഠിച്ച് ചിലപ്പോൾ വീട് വിട്ട് മാറി നിന്ന് വിദേശത്തൊക്കെ പോയിട്ട് കുറെ വർഷം റിസർച്ച് ചെയ്ത് പഠിച്ചാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ കുട്ടിക്ക് ആ ഫീൽഡിൽ ഒരു വലിയ സയന്റിസ്റ്റ് ആയിട്ട് മാറാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതേ സമയം ആ കുട്ടിക്ക് കുറച്ച് സെക്യൂരിറ്റി ആൻഡ് ലവ് ഒക്കെ സിംഗിൾ പാരന്റിന്റെ നിന്ന് കിട്ടുന്നുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി സിംഗിൾ പാരന്റ് ആയതുകൊണ്ട്
ആ കുട്ടിക്ക് കിട്ടുന്ന സെക്യൂരിറ്റി ആൻഡ് ലവ് എന്നൊക്കെ പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ആ കുട്ടിക്ക് ലോൺലിനെസ്സും ഐസൊലേഷനും ഒക്കെ ഉണ്ടാക്കാതിരിക്കുന്നത് ഈ അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്തുനിന്നോ കിട്ടുന്ന എന്താ പറയാ ലവ് അല്ലെങ്കിൽ കെയർ, സെക്യൂരിറ്റി ഒക്കെയാണ്. ഇപ്പൊ ഈ കുട്ടി ഈ വീട്ടുകാരുടെ എന്താ പറയാ കാര്യങ്ങൾ നോക്കാതെ കംപ്ലീറ്റ് ആയിട്ട് വിദേശത്ത് പോയിട്ട് പഠിച്ച് വലിയൊരാളായ ചിലപ്പോൾ ആ കുട്ടിക്ക് ഈ ഫ്രീഡത്തിന്റെ പുറകെ പോയത് കൊണ്ട് ലോൺലിനെസ് ആൻഡ് ഇൻസിഗ്നിഫിക്കൻസ് ഒക്കെ തോന്നും. ഓക്കെ, എനിക്ക് അച്ഛനും അമ്മയായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ പൂർണ്ണമായിട്ടും റിയലൈസ് ചെയ്ത് നല്ലൊരു ശാസ്ത്രജ്ഞനായാൽ പോലും ആ കുട്ടിക്ക് താൻ ഒന്നും ആയില്ല എന്നുള്ള രീതിയിൽ ഒരു ചിന്ത വരും. ഇനി നേരെ മറിച്ച് വീട്ടുകാരുടെ ഒപ്പം മാത്രം നിൽക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി കംപ്ലീറ്റ് ഫ്രീഡം കളഞ്ഞു, എന്നിട്ട് വീട്ടുകാരുടെ ഒപ്പം മാത്രം നിന്ന് ജീവിച്ചാൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവില്ല, സെൽഫ് ഡെവലപ്പ് ആവില്ല. ആ സമയത്ത് ആ കുട്ടിക്ക് കറക്റ്റ് നല്ല രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കോംപ്രമൈസ് വേണം. ആ കുട്ടി എത്രത്തോളം എന്താ പറയാ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ വേണ്ടി പഠിക്കുന്നു, അത്രത്തോളം ആ കുട്ടി എന്താ അപ്പുറത്തെ അച്ഛനും അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോകണം, അല്ലെങ്കിൽ ലവും സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തും കൊണ്ടുപോകണം. ഇതാണ് എറിക് ഫ്രോം ഈ കൺസെപ്റ്റ് കൊണ്ട് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ഒരു തരത്തിലൊരു ഗാമ്പിൾ ആണ്. സ്വാതന്ത്ര്യത്തിന്റെ പുറകെ വല്ലാണ്ട് പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങൾ നഷ്ടപ്പെടും. ബന്ധങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വാതന്ത്ര്യം, ബന്ധങ്ങൾ രണ്ടും തമ്മിലുള്ള ബാലൻസ് നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് എറിക് ഫ്രോം പറയുന്നത്. ഓക്കെ, ഇത് അപ്പോ ഈ എറിക് ഫ്രോം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതേ ഒരു ഈ ഫ്രീഡം കുറഞ്ഞിട്ട് ഏറ്റവും ഫ്രീഡം കുറവുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഫ്രീഡം കൂടുതലുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാ കുട്ടിയും വളരുന്നത് എന്നാണ് എറിക് ഫ്രോം പറയുന്നത്. അതെന്താ? ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാവും. ഫ്രം ബിലീവ്സ് ദാറ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ ചൈൽഡ്ഹുഡ്, കുട്ടിയായിരുന്നപ്പോൾ ഒരു വ്യക്തി വളർന്നു വരുന്ന രീതി, അപ്പൊ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് എങ്ങനെ മനസ്സിലാക്കാം? പാരലൽസ് ദ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് മാൻകൈൻഡ്, മനുഷ്യവംശം വളരുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ മനുഷ്യവംശം ഇതുവരെ പോയത് എങ്ങനെയാണ് അതേ രീതിയിൽ തന്നെയാണ് കുട്ടികൾ വളർന്നു വലുതാവുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോ മനുഷ്യവംശം എങ്ങനെ ഉണ്ടായത്? ഈ ഏകകോശ ജീവികളെ എടുക്കുക നിങ്ങൾ, എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിലൂടെ വരുമ്പോൾ ഏറ്റവും ഏകകോശ ജീവി എന്ന് പറഞ്ഞാൽ ഏറ്റവും അമീബ, വൈറസ്, ബാക്ടീരിയ പോലത്തെ ജീവികൾ. അവർക്ക് ഫ്രീഡം ഉണ്ടോ? അവര് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള അതേ രീതിയിലേ ജീവിക്കുന്നുള്ളൂ അവര്. അപ്പൊ ഏറ്റവും ഫ്രീഡം കുറഞ്ഞ അവസ്ഥയാണ്. അവിടുന്ന് ഒരു ഞങ്ങളുടെ നാട്ടിലൊക്കെ തേരട്ട എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടുത്തെ ലാംഗ്വേജ് എന്താണെന്ന് എനിക്കറിയില്ല. ഈ തേരട്ടേനെ നിങ്ങൾ തൊടുകയാണ്, ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യും? ചുരുളും. ഈ മഴക്കാലത്തൊക്കെ കാണുന്ന ജീവിയാണ്, അതിനെ തൊടുമ്പോൾ അത് ചുരുളും. ആ തൊടുമ്പോൾ ചുരുളണം എന്നുള്ളത് ആ തേരട്ട ചിന്തിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണോ? അല്ല, അത് പ്രോഗ്രാം ചെയ്തിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. അതിന് പ്രകൃതി തന്നെ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനും ഒരുപാട് ചോയ്സസ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ഈ മൃഗങ്ങളിൽ നിന്ന് ഇങ്ങനെ കൂടി മനുഷ്യനെത്തുമ്പോൾ മനുഷ്യന് കരിയർ ചൂസ് ചെയ്യാനും റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാനും എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കാനും ആരുടെ ഒപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എത്തി അല്ലെങ്കിൽ മനുഷ്യൻ ഡെവലപ്പായി വന്ന രീതി നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യം കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം ഏറ്റവും കൂടിയ അവസ്ഥ, സ്വാതന്ത്ര്യം കുറഞ്ഞ ജീവികളിൽ നിന്ന് സ്വാതന്ത്ര്യം കൂടിയ ജീവിയിലേക്കുള്ള ഒരു പരിണാമമാണ് മനുഷ്യരിൽ കാണുന്നത്. ഇതേപോലെയാണ് കുട്ടികളിലും കാണുന്നത് എന്നാണ് എറിക് ഫ്രോം പറയുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ആ കുട്ടി എന്തിനും ഏതിനും ആരോട് ഡിപ്പെൻഡന്റ് ആണ്? അമ്മയോട് ഡിപ്പെൻഡന്റ് ആണ്. അമ്മ ആ കുട്ടിക്ക് പാല് കൊടുത്താലേ, അമ്മ ആ കുട്ടിക്ക് സ്നേഹം കൊടുത്താലേ, അമ്മ ആ കുട്ടിക്ക് വാത്സല്യം കൊടുത്താലേ ആ കുട്ടിക്ക് നേരെ വളർന്നു വലുതാവാൻ സാധിക്കൂ. അപ്പൊ ഫ്രീഡം ഒട്ടുമില്ലാത്ത അവസ്ഥയാണ് ജനിക്കുന്ന കുട്ടി. പിന്നീട് വളർന്നു വലുതാവുമ്പോൾ നമ്മൾ അഡോളസെന്റ് ആവുമ്പോൾ, അഡൾട്ട് ആവുമ്പോൾ അവിടെ എന്താ വ്യത്യാസം വരുന്നത്? നമ്മൾ ഫ്രീഡം ഏറ്റവും കുറഞ്ഞ അവസ്ഥയിൽ നിന്ന് ഫ്രീഡം കൂടിയ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ മനുഷ്യരെങ്ങനെയാണോ പരിണമിച്ചത് അതേപോലെ തന്നെയാണ് ഒരു കുട്ടി ഒരു യുവാവോ യുവതിയോ ആയി മാറുമ്പോൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി മാറുന്നത് എന്നാണ് എറിക് ഫ്രോം പറയുന്നത്. ഓക്കെ, ഇങ്ങനെ വളരുന്ന ഒരു കുട്ടി ഏറ്റവും കുറവ് സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വളരുന്ന ഒരു കുട്ടിക്ക് 3 തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ 3 തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും തിയറിയിലൊക്കെ മനസ്സിലാക്കി വെച്ചത് തന്നെയായിരിക്കും. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാർട്ട്, അയാൾ ഈ തിയറി ഉണ്ടാക്കാനുള്ള കാരണം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വാതന്ത്ര്യം കുറഞ്ഞൊരവസ്ഥയിൽ നിന്ന് സ്വാതന്ത്ര്യം കൂടിയൊരവസ്ഥയിലേക്ക് കുട്ടികൾ വളരുമ്പോൾ എന്താ കുട്ടികൾക്ക് സംഭവിക്കുക? അദ്ദേഹം അതിനെ എസ്കേപ്പ് മെക്കാനിസംസ് എന്നാണ് വിളിച്ചത്. ഈ 3 എസ്കേപ്പ് മെക്കാനിസത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആ കുട്ടിയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക. ഓക്കെ, ഒന്ന് സിംബയോട്ടിക് റിലേറ്റഡ്നെസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി പൂർണ്ണമായി
പാരന്റ്സിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ദ ചൈൽഡ് റിമെയിൻസ് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ പാരന്റ്. ഇത് നമ്മുടെ ആഡ്ലറിന്റെ ഗെറ്റിംഗ് ടൈപ്പ് അല്ലേ, അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു കൺസെപ്റ്റ് തന്നെ. ആ കുട്ടിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം പാരന്റ്സ് നിറവേറ്റി കൊടുക്കുന്നു. ആ രീതിയിൽ കുട്ടി വളരുന്നു. അപ്പൊ ആ കുട്ടി എന്താണ്, പക്ക പാരന്റ്സ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. ഓക്കെ, അപ്പോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫ്രീഡത്തിന്റെയും സെക്യൂരിറ്റി, ലവ്, റിലേഷൻഷിപ്പിന്റെ ഒരു ഫൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു എറിക് ഫ്രോമിന്റെ കൺസെപ്റ്റ് പ്രകാരം. അതിന്റെ ബാലൻസ് ആണ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറഞ്ഞു. ഈ സിംബയോട്ടിക് റിലേറ്റഡ്നെസ്സിൽ ഫുള്ള് പാരന്റ്സിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് കുട്ടി വളരുകയാണെങ്കിൽ അവിടെ ജയിച്ചത് സെക്യൂരിറ്റി ആണ്, അല്ലെ? ഫ്രീഡം കംപ്ലീറ്റ്ലി ആ കുട്ടി ഉപേക്ഷിച്ചു. ആ കുട്ടിക്ക് തന്റെ പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു. ആ കുട്ടി പൂർണ്ണമായിട്ട് പാരന്റ്സിൽ ഡിപ്പെൻഡന്റ് ആയി ജീവിക്കുന്നു. അപ്പൊ സെക്യൂരിറ്റി ആണ് അവിടെ ജയിച്ചത്, അല്ലെങ്കിൽ സെക്യൂരിറ്റി, ലവ് അല്ല, സെക്യൂരിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് അവിടെ ജയിച്ചത്. ആ കുട്ടി ഫ്രീഡം കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചൊരവസ്ഥ. ഇനി സെക്കൻഡ് അവസ്ഥ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, വളർന്നു വരുന്ന സമയത്ത് പാരന്റ്സ് ആ കുട്ടിയോട് ഭയങ്കര ഒബീഡിയന്റ്, അല്ലെങ്കിൽ ശക്തമായ നിയമങ്ങളൊക്കെ വെച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ടാണ് വളർത്താൻ ശ്രമിക്കുന്നതെങ്കിൽ കുട്ടി പാരന്റ്സ് തരുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞിട്ട് കുട്ടിയുടേതായിട്ടുള്ള ഒരു രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ വീണ്ടും എന്താണ്, ഇവിടെ സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം തമ്മിൽ നടത്തുന്ന ഫൈറ്റിൽ ആരാ ജയിച്ചത്? ഫ്രീഡം ആണ് ജയിച്ചത്, അല്ലെ? പാരന്റ്സ് ആ കുട്ടിക്ക് അവരുടെ കൺസെപ്റ്റിലുള്ള സെക്യൂരിറ്റി, മാക്സിമം നിയമങ്ങളും, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്ന ജോലി ചെയ്താൽ മതി, ഇന്ന കോഴ്സ് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ കെട്ടിപ്പൂട്ടി വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടിക്ക് കിട്ടാത്തത് എന്താ? അവിടെ ഫ്രീഡമാണ്. അപ്പൊ കുട്ടി മാക്സിമം ഫ്രീഡം എക്സ്പ്ലോർ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്, ബന്ധങ്ങളെല്ലാം ഇല്ലാതാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ആണ് എറിക് ഫ്രോം അവിടെ പറഞ്ഞത്. സോ ഈ വിഡ്രോവൽ ഡിസ്ട്രക്റ്റീവ്നെസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആഡ്ലറിന്റെ ഡോമിനന്റ് സ്റ്റൈലിലെ റൂളിംഗ് ടൈപ്പ് ആയിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, ഇപ്പോൾ പാരന്റ്സ് റൂളിംഗ് ടൈപ്പിൽ കുട്ടികളെ ഭരിക്കുന്നത്, റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ മാക്സിമം ഫ്രീഡം തേടി കുട്ടികൾ പോകുന്നത് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് എറിക് ഫ്രോം എത്തുന്നത്. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഓർത്തിരിക്കുക എളുപ്പമായിരിക്കും. അതാണ് ഈ വിഡ്രോവൽ ഡിസ്ട്രക്റ്റീവ്നെസ് ഇന്ററാക്ഷന്റെ പ്രത്യേകത. അവിടെ കുട്ടി പൂർണ്ണമായി സ്വാതന്ത്ര്യം തേടി പോകുന്നു, ബന്ധങ്ങൾ ഇല്ലാതാവുന്നു. ആദ്യത്തെ കേസിൽ കുട്ടി പൂർണ്ണമായിട്ട് ബന്ധത്തിൽ അടിമയാകുന്നു, സ്വാതന്ത്ര്യം ഇല്ലാതാവുന്നു. ഇനി ഇവിടെയാണ് എറിക് ഫ്രോമിന്റെ തേർഡ് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി വരുന്നത്, ലവ്, സ്നേഹം. ഓക്കെ, അപ്പൊ എറിക് ഫ്രോമിന്റെ അഭിപ്രായത്തില് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം പൂർണ്ണമാകുന്നത് സ്നേഹം കൊടുക്കുമ്പോഴാണ്. അപ്പൊ എറിക് ഫ്രോമിന്റെ ഭാഷയിൽ എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ, കറക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ സെക്യൂരിറ്റി ആൻഡ് ഫ്രീഡം. കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാരന്റ്സ് ഒരു പരിധി വരെ കുട്ടികളെ എന്താ പറയുക വളരാൻ അനുവദിക്കുന്നു. അതേസമയം അവരെ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ചൊരു ടൈപ്പ് അല്ല. അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുകയാണ്, സെക്യൂരിറ്റി കൊടുക്കുകയാണ്, അവർക്ക് നമ്മൾ നല്ല റിലേഷൻഷിപ്പ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എറിക് ഫ്രോം ലവ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ കുട്ടിയുടെ ഡെവലപ്മെന്റ്, കുട്ടിയുടെ സെൽഫ് ഡെവലപ്മെന്റ് നശിപ്പിക്കാതെ പ്രോപ്പർ ബാലൻസ് ബിറ്റ്വീൻ സെക്യൂരിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, കുട്ടിയുടെ ഫ്രീഡം പ്ലസ് കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പ്രോപ്പർ ബാലൻസിൽ കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ ബന്ധമൊക്കെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് പോകണം എന്നൊരു ചിന്ത വരാതെ നമ്മൾ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയിൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്നതാണ് ലവ് എന്നാണ് എറിക് ഫ്രോം പറഞ്ഞത്. അപ്പൊ ചെറുപ്പത്തിൽ ജനിച്ചു വളരുന്ന കുട്ടി ഈ ഒരു 3 സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുക എന്നുള്ളൊരു അഭിപ്രായമാണ് എറിക് ഫ്രോമിന് ഉണ്ടായിരുന്നത്. ഇനി എല്ലാ സൈക്കോളജിസ്റ്റുകളെ പോലെ തന്നെ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടിക്ക് ഇന്ന പേഴ്സണാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി കുറച്ച് കാറ്റഗറീസ് കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാറ്റഗറീസ് നിങ്ങൾ മുൻപ് പഠിച്ചത് തന്നെയാണ്, പഠിച്ച പല തിയറീസുമായിട്ട് സിമിലാരിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പൊ വലിയ രീതിയിൽ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി ടൈപ്സിനെ 5 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ആദ്യം കാണുന്ന 4 എണ്ണം, റിസപ്റ്റീവ് ഓറിയന്റേഷൻ, എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷൻ, ഹോർഡിംഗ് ഓറിയന്റേഷൻ, മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, ഇതിനെല്ലാം നോൺ പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ എന്നാണ് വിളിച്ചത്. നോൺ പ്രൊഡക്റ്റീവ് പേഴ്സണാലിറ്റി, വലിയ കാര്യമില്ലാത്ത പേഴ്സണാലിറ്റി എന്ന അഭിപ്രായമായിരുന്നു എറിക് ഫ്രോമിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ഫസ്റ്റ് 4 നോൺ പ്രൊഡക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ടും അവസാനത്തെ പേഴ്സണാലിറ്റീനെ പ്രൊഡക്റ്റീവ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ ആയിട്ടും എറിക് ഫ്രോം എന്താ പറയാ എഴുതിയിരുന്നു അല്ലെങ്കിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഈ 5 പേഴ്സണാലിറ്റി ടൈപ്പ് ആയിരിക്കും ആളുകൾ ഉണ്ടായിരിക്കുക. കാരൻ ഹോണെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഈ അധിക ആളുകളും ഈ 5 പേഴ്സണാലിറ്റി ടൈപ്സിന്റെ മിക്സ് ആണ്. ഓക്കെ, ഒരെണ്ണം കംപ്ലീറ്റ്ലി ഡോമിനന്റ് ആയിട്ട് ഉണ്ടാവുന്ന ആളുകൾ വളരെ കുറവാണ്. മിക്സ് ഓഫ് ഈ ഓരോരോ പേഴ്സണാലിറ്റി ടൈപ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് അധികം ഉണ്ടാവുക എന്നുള്ളൊരു അഭിപ്രായം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചില ആൾക്കാരിൽ ഇന്നത് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് കാണുന്നത് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എന്നൊരു അഭിപ്രായമായിരുന്നു എറിക് ഫ്രോമിന് ഉണ്ടായിരുന്നത്.
അപ്പൊ ആദ്യം അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ റിസപ്റ്റീവ് ഓറിയന്റേഷൻ. റിസപ്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പിലൂടെ വളർന്ന ഒരു കുട്ടി, കംപ്ലീറ്റ്ലി പാരന്റ്സിൽ ഡിപ്പെൻഡന്റ് ആയിട്ട് വളർന്ന ഒരു കുട്ടി പുറത്തേക്ക് പോകുമ്പോൾ ആ കുട്ടിക്ക് എല്ലാം ആ കുട്ടിക്ക് ഉണ്ടാകുന്ന റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഡിപ്പെൻഡന്റ് ആയിട്ട് മാറും. അപ്പോൾ ആ കുട്ടി ലവ് ആണെങ്കിലും നോളേജ് ആണെങ്കിലും പ്ലഷർ ആണെങ്കിലും എല്ലാം മറ്റൊരു വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടണം, മറ്റൊരു വ്യക്തിയിൽ നിന്ന് എന്നിലേക്ക് വരണം, ഞാൻ അയാളിൽ ഡിപ്പെൻഡന്റ് ആണ്. ഗെറ്റിംഗ് ടൈപ്പ് പോലെ തന്നെ, ആഡ്ലറിന്റെ ഗെറ്റിംഗ് ടൈപ്പ് പോലെ തന്നെ എല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടണം 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 എന്ന ചിന്താഗതിയിലൂടെ വളരുന്ന ഒരാളായിരിക്കും റിസപ്റ്റീവ് ഓറിയന്റേഷനിലുള്ള ആള്. അവര് റിസീവേഴ്സ് ആയിരിക്കും. ഓക്കെ, എല്ലാ റിലേഷൻഷിപ്പിലും അവര് എന്താണോ കിട്ടുന്നത് അത് സ്വീകരിക്കുക എന്നുള്ള ഒരു അഭിപ്രായമായിരിക്കും അവർക്ക് ഉണ്ടാവുക. അവർക്ക് സ്നേഹം ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളൊരു ചിന്താഗതിയായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ സ്നേഹിക്കണം, ഞാൻ സമൂഹത്തിന് ഉപയോഗപ്രദമായ ആശയങ്ങളോ കരിയറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയല്ല അവർക്ക് ഉണ്ടാവുക. എല്ലാം എന്നിലേക്ക് കിട്ടണം 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 എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും ഉണ്ടാവുക. റിസപ്റ്റീവ് ഓറിയന്റേഷൻ എന്നുള്ള കീവേഡ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ആൾക്കാര് ഡോമിനന്റ് പേഴ്സണാലിറ്റി ടൈപ്പ് ഉള്ള ആൾക്കാരാണ്. അവരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇവരെന്ത് ചെയ്യും? മറ്റുള്ളവരിൽ നിന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കാത്തിരിക്കുക, മറ്റുള്ളവരിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ടേക്ക് ചെയ്യും, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ടേക്ക് ചെയ്യും. എയ്തർ ബൈ ഫോഴ്സ് ഓർ ബൈ കണ്ണിങ്. ഡോമിനന്റ് ആയിട്ട് ശക്തി കാണിച്ചിട്ട് ആൾക്കാരിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സ്നേഹം നടിച്ചിട്ട് അഭിനയിച്ചിട്ട് ചതിച്ചിട്ട് നുണ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നേടിയെടുക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള പേഴ്സണാലിറ്റിനെ വിളിച്ച പേരാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷൻ എന്നുള്ള പേര്. എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷൻ, ഒരു വ്യക്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് ഹോർഡിംഗ് ഓറിയന്റേഷൻ. ഹോർഡിംഗ് ഓറിയന്റേഷനിലുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഹോർഡിംഗ് ഓറിയന്റേഷൻ ആയാലും മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ ആയാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിയായിരുന്നു എറിക് ഫ്രോം. അതുകൊണ്ട് ഒരു ക്യാപിറ്റലിസത്തിന്റെ ക്രിറ്റിസിസം എന്നുള്ള രീതിയിലും കാണാം. ഈ ഹോർഡിംഗ് ഓറിയന്റേഷൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാർ മെറ്റീരിയലിസ്റ്റിക് ആണ്. അവർക്ക് ബന്ധങ്ങളല്ല ഇമ്പോർട്ടന്റ്, അവർക്ക് സാധനങ്ങളാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അവരെന്ത് ചെയ്യും? ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി, എറിക് ഫ്രോമിന്റെ കൺസെപ്റ്റിൽ ലവ് ചെയ്തിട്ട് ബാലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആണല്ലോ അദ്ദേഹത്തിന്റെ ലവ്. ആ രീതിയിൽ ജീവിക്കുന്നതിന് പകരം അവര് മാക്സിമം സാധനങ്ങൾ പൈസക്ക് ഇങ്ങനെ വാങ്ങിക്കൂട്ടി അങ്ങനെ കളക്ട് ചെയ്യുന്നതിലും സാധനങ്ങൾ എടുത്തു വെക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരെയാണ് എറിക് ഫ്രോം ഹോർഡിംഗ് ഓറിയന്റേഷൻ എന്ന് വിളിച്ചത്. ഹോർഡിംഗ് എന്ന ടേമിന്റെ അർത്ഥം സാധനങ്ങൾ കയ്യിൽ വെക്കുക എന്നുള്ളൊരർത്ഥം. ഇനി മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ ഉള്ള ആൾക്കാര്, ഇതും ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ ക്രിറ്റിസിസം ആണ്. ഇവര് നമ്മുടെ കാൾ യുങ്ങിന്റെ പെർസോണ ഇല്ലേ, ആ ഒരു ടൈപ്പ് ആൾക്കാരാണ്. അതായത് ഫേക്ക് ആൾക്കാർ. അവര് മാക്സിമം അഭിനയിക്കും. എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട പ്രശസ്തിയോ പണമോ ഉയർന്ന പൊസിഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അഭിനയിച്ച് ജീവിക്കുന്ന ആളുകൾ. അപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് കോർപ്പറേറ്റ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ്. ഇപ്പൊ ഈ കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പോൾ ഹയർ മാനേജറോ സിഇഒ ഒക്കെ ആയിരിക്കണമെങ്കിൽ ചിലപ്പോ നമ്മുടെ ബോസ് എന്തെങ്കിലും ചെയ്തു, നമുക്കത് ഇഷ്ടമായില്ല, അപ്പോഴും നമുക്ക് ചിരിച്ചു കാണിക്കേണ്ടി വരും, അഭിനയിക്കേണ്ടി വരും. അപ്പൊ നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യാണ്, പക്ഷെ മാർക്കറ്റ് ചെയ്യുന്ന രീതി നുണയിലൂടെയാണ് അല്ലെങ്കിൽ അഭിനയിച്ചിട്ടാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എറിക് ഫ്രോം പറയുന്നത്. അത്തരത്തിലുള്ള ആൾക്കാർ ജെന്യുവിൻ അല്ല, അവർക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവര് നിരന്തരമായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എറിക് ഫ്രോമിന് ഉണ്ടായിരുന്നത്. ഇനി എറിക് ഫ്രോമിന്റെ ലാസ്റ്റത്തെ പേഴ്സണാലിറ്റി ടൈപ്പ് ഈ 4 നോൺ പ്രൊഡക്റ്റീവ് ആണ്, സമൂഹത്തിന് ഗുണമില്ലാത്തതാണ്. നമ്മൾ എല്ലാവരും എന്താവാൻ വേണ്ടി ശ്രമിക്കണം? പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ. ആഡ്ലറിന്റെ സോഷ്യലി യൂസ്ഫുൾ ടൈപ്പ് ഇല്ലേ, സമൂഹത്തിന് നല്ല ഗുണങ്ങൾ ചെയ്തിട്ട് നമ്മുടെ സ്കില്ലുകളും മാക്സിമം ഡെവലപ്പ് ചെയ്തിട്ട് സമൂഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാം. ആ രീതിയിലുള്ള ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ വേണമെന്നാണ് എറിക് ഫ്രോം പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് ആ പൊട്ടൻഷ്യൽ സെൽഫിഷ് ആയിട്ടുള്ള റീസൺസിന് ഉപയോഗിക്കുന്നതിന് പകരം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സമൂഹത്തിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തിൽ കൂടുതൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് എറിക് ഫ്രോം പറഞ്ഞത്. ഈ 5 പേഴ്സണാലിറ്റി ടൈപ്പാണ് എറിക് ഫ്രോമിന്റെ തിയറിയിലുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എറിക് ഫ്രോമിന്റെ തിയറി. ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ 3 കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന 3 റിലേഷൻഷിപ്പ് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. സിംബയോട്ടിക് റിലേറ്റഡ്നെസ്സും വിഡ്രോവലും ലവും. അതിനുശേഷം ഈ 5 പേഴ്സണാലിറ്റി ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മറന്നുപോയാലും കുഴപ്പമില്ല, ചോദ്യം വരിക ഇതിൽ നിന്നായിരിക്കും.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് അടുത്ത തിയറി തുടങ്ങണതിനെ ക്ലിയർ ചെയ്തിട്ട് തന്നെ പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സർ, ഹോർഡിംഗ് അതൊന്നും കൂടി പറഞ്ഞുതരുമോ? ഹോർഡിംഗ് ഓറിയന്റേഷൻ പറഞ്ഞുതരാം. ഹോർഡിംഗ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്, ഹോർഡിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കളക്ടേഴ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി കളക്ട് ചെയ്ത് വെക്കുന്ന ആള്. കോയിൻ കളക്ഷൻ, വാച്ച് കളക്ഷൻ, ചിലവർക്ക് കാർ കളക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ആഡംബര കാറുകൾ വാങ്ങി കളക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് വിചാരിക്കുക. അയാള് എറിക് ഫ്രോമിന്റെ അഭിപ്രായത്തിൽ അയാളുടെ പേഴ്സണാലിറ്റി ഹോർഡിംഗ് ഓറിയന്റേഷൻ ഉള്ള പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അയാളുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ മെന്റൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എറിക് ഫ്രോമിന്റെ അഭിപ്രായത്തിൽ റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഫ്രീഡം ആൻഡ് റിലേഷൻഷിപ്പ് തമ്മിലുള്ള ബാലൻസ് ആണ് പേഴ്സണാലിറ്റി, അല്ലെ? പക്ഷെ ഇയാൾക്ക് ഈ റിലേഷൻഷിപ്പ് അല്ല ഇയാൾക്ക് ഇമ്പോർട്ടന്റ്. ഇയാൾക്ക് മാക്സിമം സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. അത് ക്യാപിറ്റലിസം ഉണ്ടാക്കിയെടുത്ത ഒരു മെന്റാലിറ്റിയാണ്. എത്രത്തോളം സാധനങ്ങൾ വാങ്ങി നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിൽ ശേഖരിച്ചു വെക്കാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ റിച്ച് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെ സാധനങ്ങളുടെ പുറകിൽ നടക്കുന്ന ആൾക്കാർ, കാറുകളുടെ പുറകിൽ നടക്കുന്ന ആൾക്കാർ, വീടുകൾ കുറെ വാങ്ങി വെക്കുന്ന ആൾക്കാർ, ഇവരെല്ലാം ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണെന്ന് സൂചിപ്പിക്കാനാണ് ഹോർഡിംഗ് ഓറിയന്റേഷൻ വിളിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരല്ല അല്ലെ? അല്ല, അതെ. അവരുടെ പ്ലഷർ ഇങ്ങനത്തെ സാധനങ്ങളെന്നാ കിട്ടുക. സാർ, അപ്പൊ പിന്നില്ലേ ഈ എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷനും മാർക്കറ്റിംഗ് ഓറിയന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ? അത് ഏകദേശം ഒരുപോലെ തോന്നി. യെസ്, ഈ എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷനിൽ നമ്മൾ ഒരാൾക്ക് ഹേർട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ ഈ റിസപ്റ്റീവ് ഓറിയന്റേഷനുള്ള ഒരു വ്യക്തിനെ എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷനുള്ള ഒരു വ്യക്തി കാണുകയാണെങ്കിൽ, റിസപ്റ്റീവ് ഓറിയന്റേഷനുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു രീതിയിലാണ് എറിക് ഫ്രോം അത് പറഞ്ഞത്. അതായത് ഒരു വ്യക്തിനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, ആ ഒരു രീതി. മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കമ്പനികളിലും കോർപ്പറേറ്റുകളിലൊക്കെ ആൾക്കാർ ഓരോ സ്റ്റെപ്പ് കയറി കരിയറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് എന്നുള്ള രീതിയിലാണ്. അവിടെ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാതിരുന്നാൽ മതി. ഇപ്പൊ എന്റെ ബോസ് ഒരു വൃത്തിയായിട്ട ഒരു സ്വഭാവം കാണിച്ചു, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ എന്റെ കൊളീഗിനെ ഫയർ ചെയ്തു. അപ്പോൾ എന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ദേഷ്യം, എനിക്കുള്ള വെറുപ്പൊക്കെ ആയിരിക്കും. ഞാനത് എക്സ്പ്രസ് ചെയ്യാതെ ബോസിനോട് എതിർത്ത് സംസാരിച്ചാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നുള്ള ചിന്താഗതിയിൽ ചിരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലായി. താങ്ക് യു സർ. ഓക്കെ. അപ്പൊ എല്ലാം ചെറിയ പറയൂ സാർ. ഈ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നവരില്ലേ ഓരോ ബാങ്കുകളില്, അപ്പൊ ഷെയർ മാർക്കറ്റ് ഒക്കെ, അപ്പൊ അതില് ഓരോ ആൾക്കാര് ഈ ഏജന്റുമാരായിട്ട് നിന്നിട്ട് മാർക്കറ്റ് ചെയ്യില്ലേ, ശരിക്കും ആ ഷെയർ ഇടിഞ്ഞു പോകണമെന്ന് അവർക്ക് അറിഞ്ഞിട്ട് പോലും ഇവര് അത്തരം ആൾക്കാരെ ഷെയർ വാങ്ങിപ്പിക്കാറില്ലേ, വായിലനാ കൊണ്ട് വാങ്ങിക്കുക. അവരൊക്കെ ഈ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ വരുന്നതല്ലേ? വരുന്നവരാണ്, അതെ, വരുന്നവര് തന്നെയാണ്. കറക്റ്റ് ആണ്. അവർക്ക് അവിടെ ആ ഒരു സെയിൽ ഇത്രയും ടാർഗറ്റ് മീറ്റ് ചെയ്താൽ അവർക്ക് കുറെ ലാഭം കിട്ടും. ആ ഒരു ചിന്താഗതിയിൽ അവര് നോണ മറച്ചു വെച്ചിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോയിറ്റേറ്റീവ് ഓറിയന്റേഷനും ഇതിൽ വരുന്നുണ്ട്. അത് പറഞ്ഞത് കറക്റ്റ് ആണ്, രണ്ടും മിക്സ് ആവുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ ഈ പുള്ളിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പേഴ്സണാലിറ്റി ടൈപ്പ്, ആ രീതിയിലാണ് അത് ഉണ്ടാക്കിയത്. ക്ലിയർ അല്ലേ? സാർ, ഈ പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗീവിംഗ് ടൈപ്പ് അല്ലെങ്കിൽ ഒരു പ്രോസോഷ്യൽ എന്നുള്ള മീനിങ് അല്ലേ വരുന്നത്? ഏത് ടൈപ്പാ? ക്ലിയർ ആയില്ല. ഫിഫ്ത്ത് വൺ, പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ. പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ ചോദിച്ചത്? അല്ല, ഒരു പ്രോസോഷ്യൽ ടൈപ്പ് അല്ലെ ഗീവിംഗ് ടൈപ്പ് അങ്ങനെയുള്ള മീനിങ് ആണോ? അതെ. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ ഫൈനൽ സ്റ്റേറ്റ് എന്താ? അവരുടെ ഒരു സമൂഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പൂർണ്ണസ്ഥിതിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമൂഹത്തിൽ ആളുകൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല, ആളുകൾ തമ്മിൽ പൈസയിൽ വിവേചനം ഉണ്ടാവില്ല, എല്ലാവരും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഒരു പെർഫെക്റ്റ് ഐഡിയൽ സൊസൈറ്റി അല്ലേ? ആ ഒരു രീതിയിലുള്ള ഒരു ഐഡിയലിസമാണ് പ്രൊഡക്റ്റീവ് ഓറിയന്റേഷന് വേണ്ടി കൊണ്ട് അയാൾ ഉദ്ദേശിച്ചത്. എല്ലാം സോഷ്യലി യൂസ്ഫുൾ ആയി മാത്രം ചെയ്യുന്ന മനുഷ്യർ. ക്ലിയർ ആയില്ലേ? കാൾ മാർക്സിന്റെ തിയറിയിൽ നിന്ന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്, അതാണ് പുള്ളി ഒരു ഫിലോസഫർ ആവാൻ കാരണം. അപ്പോൾ നെക്സ്റ്റിലേക്ക് പോവാം. കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും? സളിവന്റെ തിയറി നമുക്ക് അങ്ങനെയാണ്. ചോദിച്ചോളൂ. ഇതിനകത്ത് ഈ നോൺ പ്രൊഡക്റ്റീവ് ആയിട്ട് പേഴ്സണാലിറ്റീസ് എല്ലാം സിംബയോട്ടിക് റിലേറ്റഡ്നെസ്സിന്
ആയിട്ട് ചേർന്ന് നിൽക്കുന്നതാണോ? സിംബയോട്ടിക് ആവണമെന്നില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വിഡ്രോവൽ ആൻഡ് ഡിസ്ട്രക്റ്റീവ്നെസ്, വീട്ടുകാരിൽ നിന്ന് അടിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സക്സസ് തേടി പോകുന്ന ആൾക്കാർ സക്സസിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റിംഗ് ഓറിയന്റേഷനും എക്സ്പ്ലോയിറ്റീവ് ഓറിയന്റേഷനും ഒക്കെ ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? അതായത് വീട്ടുകാർ കൊടുക്കുന്ന സെക്യൂരിറ്റി ഉപേക്ഷിച്ചിട്ട് എന്റെ സ്വന്തമായിട്ടുള്ള ജീവിതം ഞാൻ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആശയത്തിൽ പോകുന്ന ആള് ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവരെ പറ്റിക്കുകയും മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ ലവ്, കുട്ടികളും പാരന്റ്സും തമ്മിലുണ്ടാകുന്ന ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. ബാക്കി രണ്ട് കൺസെപ്റ്റും ഇപ്പൊ ഈ പറഞ്ഞ ഏത് ഇതിലും വരാം. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ലവ് ബേസ് ചെയ്ത് പോകുന്ന വ്യക്തികളാണോ പ്രൊഡക്റ്റീവിലേക്ക് പോകുന്നത്? അതെ അതെ, യെസ്, അങ്ങനെയാണ് മറ്റേ എറിക് ഫ്രോം പറഞ്ഞത്. ലവ് ആണ് ലൈഫിന്റെ റൂളിംഗ് ഫോഴ്സ്. കറക്റ്റ് രീതിയിൽ സ്നേഹവും സെക്യൂരിറ്റി ഒക്കെ കിട്ടി, എന്നാൽ സ്വന്തം ഫ്രീഡം വളരെ ലിമിറ്റഡ് ആയി പോവാത്ത വ്യക്തികൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈപ്പിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരാളും ഇതുവരെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ക്യാപിറ്റലിസ്റ്റ് സമൂഹമാണ്, ഇനിയും നമുക്ക് കുറെ മാറാനുണ്ട് എന്നൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സളിവന്റെ തിയറിയിലേക്ക് പോകാം. ഹാരി സ്റ്റാക്ക് സളിവൻ. ഓക്കെ, ഇത് അത്രയും ഡിഫിക്കൽട്ട് അല്ല കേട്ടോ. നമ്മൾ ഹാർഡ് പാർട്ട് ക്രോസ് ചെയ്തു. ഇനി ഉണ്ടാവുന്നതെല്ലാം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി പോകുന്നതാണ്. ഹാരി സ്റ്റാക്ക് സളിവൻ ഒരു എന്താ പറയാ, ഇതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സെക്യൂരിറ്റി, ലവ്, ഈ കൺസെപ്റ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ആള് തന്നെയാണ്. എല്ലാവരും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്, സമൂഹം, കുടുംബം, ബന്ധങ്ങൾ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അവരുടെ റീസണിങ്, അതിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണ് പല പല രീതിയിലൂടെ പോകുന്നത്. ആഡ്ലറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഫീരിയോറിറ്റി ഫീലിങ്സിനെ ഓവർകം ചെയ്യാനുള്ളതായിരിക്കും. മറ്റേ ഈ എറിക് ഫ്രോമിനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്രീഡത്തിന്റെയും സെക്യൂരിറ്റിയുടെയും ബാലൻസ് ആയിരിക്കും. അപ്പൊ ഇനി ഹാരി സ്റ്റാക്ക് സളിവനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഹാരി സ്റ്റാക്ക് സളിവന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. സൈക്യാട്രിസ്റ്റ് ആണ്, അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് ആണ്, ഒരു ഡോക്ടർ ആയിരുന്നു അദ്ദേഹം. സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്കിസോഫ്രീനിയ ഈ ഹാലുസിനേഷൻ ഡിലൂഷൻ ഒക്കെ വരുന്ന ഒരു അസുഖം. ശബ്ദങ്ങൾ കേൾക്കുക, കാണുക, അങ്ങനത്തെ ആളുകൾക്കാണ് സ്കിസോഫ്രീനിക് എന്ന് നമ്മൾ വിളിക്കാറ്. അപ്പോൾ ഈ സ്കിസോഫ്രീനിയ എന്നുള്ള പറയുന്ന അസുഖത്തിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തിയറി ഈ ക്ലിനിക്കൽ കേസുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു തിയറിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പോലെ തന്നെ ഫ്രോയിഡിന്റെ തിയറിയും ക്ലിനിക്കൽ കേസുകളെ ആസ്പദമാക്കിയിട്ടുള്ളതായിരുന്നല്ലോ. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പേഴ്സണാലിറ്റി ഈസ് ഫോംഡ് ഔട്ട് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഒരു വ്യക്തിയും മറ്റു വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന സാധനമല്ല എന്ന് തന്നെയാണ് അഭിപ്രായം. വളർന്നു വരുമ്പോൾ മറ്റുള്ള വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന PPT കാണുന്നില്ല ആർക്കും കാണാത്ത അവസ്ഥയിലാണോ? കാണുന്നുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഒന്ന് വേണമെങ്കിൽ റീകണക്ട് ചെയ്തൊക്കെ കാണാത്ത ആള്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിൽ നിന്നാണ്. അത് ജനിക്കുമ്പോൾ മാത്രം കിട്ടുന്ന സാധനമല്ല, വളർന്നു വരുമ്പോൾ എന്തൊക്കെ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു ആ ബന്ധങ്ങളെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിയിലേക്ക് എത്തിക്കാം. ഓക്കെ, ഇനി സള്ളിവന്റെ അഭിപ്രായത്തില് എന്താണ് മനുഷ്യരുടെ അവസ്ഥ എന്താണ്? ഇപ്പോ ഈ ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് ആഡ്ലർ പറഞ്ഞതുപോലെ, എറിക് ഫ്രോം എസ്കേപ്പ് ഫ്രം ഫ്രീഡം എന്ന് പറഞ്ഞതുപോലെ, സള്ളിവന്റെ അഭിപ്രായത്തില് എല്ലാ മനുഷ്യരും രണ്ട് സ്റ്റേറ്റിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. എ സ്റ്റേറ്റ് ഓഫ് ആബ്സല്യൂട്ട് യൂഫോറിയ ആൻഡ് ആബ്സല്യൂട്ട് ടെൻഷൻ. ആബ്സല്യൂട്ട് യൂഫോറിയ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് ഫുൾ, നിങ്ങൾ ഹാപ്പിനെസ് അല്ല കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്, ഫുൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ. ആബ്സല്യൂട്ട് ടെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം സ്ട്രെസ്ഡ്, ആങ്ഷ്യസ് ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ഒരു സ്റ്റേറ്റിന്റെ ഇടയിലാണ് നിങ്ങൾ എല്ലാ ആൾക്കാരും ഇരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് സള്ളിവൻ ഉണ്ടായിരുന്നത്. അപ്പോ ഈ ഒരു സ്റ്റേറ്റിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ യുഫോറിയ സ്റ്റേറ്റിൽ, ആബ്സല്യൂട്ട് യുഫോറിയ, ഏറ്റവും റിലാക്സ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ് ഈ കുട്ടികൾക്കൊക്കെ ആണുള്ളൂ എന്നാണ് സളിവൻ പറയുന്നത്. സളിവന്റെ തന്നെ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ, ഇപ്പൊ ജനിച്ചു വീണ കുട്ടി ഒരു കൺസേണും ഇല്ലാതെ, പാസ്റ്റിനെ കുറിച്ചോ പ്രസന്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ഒരു കൺസേണും ഇല്ലാതെ വേണമെങ്കിൽ മണിക്കൂറുകളോളം ഉറങ്ങും. ആ കുട്ടി ആ ഉറങ്ങുന്ന അവസ്ഥയിലാണ് മനുഷ്യൻ, മാൻകൈൻഡ് അല്ലെങ്കിൽ മനുഷ്യൻ എന്നുള്ള ഒരു ജീവി ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ് ആ ഉറങ്ങുന്ന സ്റ്റേറ്റ് ആണ് എന്നാണ് സള്ളിവനൊക്കെ പറയുന്നത്. അപ്പൊ ആബ്സല്യൂട്ട് യുഫോറിയ അനുഭവിക്കുന്ന ആള് എന്ന് പറയുന്നത് ഇപ്പൊ ജനിച്ചൊരു കുട്ടിയായിരിക്കും. നിങ്ങൾ വളർന്നു വലുതാവും തോറും നിങ്ങൾ ഉറങ്ങുമ്പോൾ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ തന്നെയാണ്, പക്ഷെ അപ്പോഴും നിങ്ങളെ സ്വപ്നങ്ങൾ ഹോണ്ട് ചെയ്യാം,
നിങ്ങളുടെ ഭാവിയെ കുറിച്ചോ ഭൂതകാലത്തെ കുറിച്ചുള്ള മെമ്മറീസ് ഒക്കെ നിങ്ങളെ ഹോണ്ട് ചെയ്യാം. അപ്പോഴും നിങ്ങൾ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് അല്ല എന്നാണ് സലിവൻ പറയുന്നത്. അപ്പോൾ ഈ യുഫോറിയ നിങ്ങൾ ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനം, പിന്നെ അവിടുന്ന് യുഫോറിയ പോയിട്ട് മെല്ലെ 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 ആങ്സൈറ്റി ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വരുന്നു, അല്ലെങ്കിൽ ടെൻഷൻ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് സള്ളിവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്താണ്? ടെൻഷൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ബേസിക്കലി നമുക്ക് ആങ്സൈറ്റി എന്ന് തന്നെ വിളിക്കാം. അതായത് ജീവിതത്തിൽ ആങ്സൈറ്റി ഉണ്ടാക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, നീഡ്സ് ആൻഡ് ആങ്സൈറ്റി എന്ന് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയത് എന്താന്ന് വെച്ചാൽ, ഈ നീഡ്സ് കിട്ടാത്തപ്പോഴാണ് ആങ്സൈറ്റി ഉണ്ടാവുക. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടായത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ടെൻഷൻ, ചില നീഡ്സ് നിങ്ങൾക്ക് കിട്ടാതാവുമ്പോൾ അതുമൂലം ആങ്സൈറ്റി ഉണ്ടാകുന്നു. ആങ്സൈറ്റി ഇങ്ങനെ നിലനിന്ന് പോയിട്ട് സൈക്കോളജിക്കൽ ടെൻഷനായിട്ട് മാറുന്നു. ആ ഒരു അഭിപ്രായമാണ് സള്ളിവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ നീഡ്സ് ആണ് മനുഷ്യർക്ക് ആവശ്യം? ബേസിക് ബയോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാ? ഭക്ഷണം, വെള്ളം, ഒരു മദേഴ്സ് ലവ്, അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ. അതേപോലെ സെക്ഷൽ ഫീലിങ്സ്, സെക്ഷൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ബേസിക് നീഡ്സിൽ വരുന്നതാണ്. ഓക്കെ, ഈ ബയോളജിക്കൽ നീഡ്സ് ഒക്കെ കിട്ടാത്ത ഒരു മനുഷ്യന് ടെൻഷൻ, ആങ്സൈറ്റി ഉണ്ടാകും. ആങ്സൈറ്റി തുടർന്നു പോയാൽ അത് സൈക്കോളജിക്കൽ ടെൻഷനായിട്ട് മാറും. ചെറിയ കുട്ടിയാവുമ്പോൾ മദേഴ്സ് ടെൻഡർനെസ്, അമ്മയുടെ സ്നേഹം, ലാളനയൊക്കെ കിട്ടാത്ത കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടാകും. അത് തുടർന്നു പോയാൽ സൈക്കോളജിക്കൽ ടെൻഷനായിട്ട് മാറും. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളർന്നു വലുതാവുമ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എന്താ പറയുക പാർട്ട്നേഴ്സോ നല്ല കുടുംബജീവിതത്തിലുള്ള ബന്ധങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് ആങ്സൈറ്റി ഉണ്ടാകും. അത് കാരണം ആബ്സല്യൂട്ട് ടെൻഷൻ ഉണ്ടായി മാറും. അപ്പോൾ ഈ കുറച്ച് നീഡ്സ് ഉണ്ട് നമുക്ക്, ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്. അതെല്ലാം കിട്ടാത്തൊരവസ്ഥയിൽ നിന്നാണ് ആങ്സൈറ്റി ഉടലെടുക്കുന്നത്. നിരന്തരമായിട്ട് ഇങ്ങനെ നീഡ്സ് കിട്ടാതെ ആങ്സൈറ്റിയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ ടെൻഷൻ വരും. അത് കാരണം മാനസിക രോഗം വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ് സള്ളിവൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ചെറിയ കുട്ടികൾക്ക് എങ്ങനെ ആങ്സൈറ്റി ഉണ്ടാവുക? ആ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ ഇൻഫൻസ് ത്രെറ്റ്സ്, എന്താ ത്രെറ്റുകൾ? ചെറിയ കുട്ടികൾക്ക് ഉറുമ്പ് അടിക്കുന്നതോ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വലിയൊച്ച കേൾക്കുന്നതോ, ചെറിയ കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ആങ്സൈറ്റി ഉണ്ടാക്കാം, അല്ലെ? അല്ലെങ്കിൽ മദേഴ്സ് ആങ്ഷ്യസ് എക്സ്പീരിയൻസ്, ഇതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ സളിവൻ എടുത്തു പറയുന്നത്. ഈ കുട്ടികൾക്ക് ഒരു അപകടം ഇല്ല, കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിട്ടാണ് ചെറിയ കുട്ടികൾ ഇരിക്കുന്നതെങ്കിലും അമ്മ എന്ന നിലയിൽ നിങ്ങൾ പേടിച്ചാൽ, അല്ലെങ്കിൽ അമ്മ ആങ്ഷ്യസ് ആയാൽ അമ്മയുടെ മുഖത്തുള്ള ആങ്സൈറ്റി കുട്ടിയിലേക്കും സ്പ്രെഡ് ആവും. കുട്ടി അത് പെട്ടെന്ന് റിസീവ് ചെയ്തെടുക്കും എന്നാണ് സളിവൻ പറയുന്നത്. അപ്പോൾ ഈ സളിവന്റെ അഭിപ്രായത്തിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്ട്രോങ് ബേസ് ഉണ്ടാക്കുന്നത് മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ നിന്നാണ്. ചൈൽഡിനുള്ള ത്രെട്ടുകൾ തന്നെ, അല്ലെങ്കിൽ ചൈൽഡ് ഫേസ് ചെയ്യുന്ന അപകടങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ പിടിച്ചു നിൽക്കണമെന്ന് യാതൊരു വിധത്തിലും നിർബന്ധമില്ല. ഈ കുട്ടിയുടെ ഭാവിയെ കുറിച്ചോ കുട്ടിയുടെ സേഫ്റ്റിയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അമ്മ ആങ്ഷ്യസ് ആയാൽ പോലും കുട്ടിയെ ആങ്സൈറ്റി പിടിച്ചെടുക്കും. കുട്ടിക്ക് പെട്ടെന്ന് അത് സെൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് സളിവൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ വലുതാവുമ്പോൾ ഒരുപാട് ടെൻഷനുള്ള ആള് ഈ അമ്മയുടെ ആങ്സൈറ്റി കുട്ടിയിലേക്ക് ഇങ്ങനെ എത്തിയതാകാം എന്നൊരു അഭിപ്രായമൊക്കെയാണ് സളിവൻ മുന്നോട്ട് വയ്ക്കുന്നത് ബേസിക്കലി. ഇനി ഇങ്ങനെ വളരുന്ന ഒരു കുട്ടി, ഓക്കെ, ഇങ്ങനെ വളരുന്ന ഒരു കുട്ടിക്ക് സെൽഫ് ഇല്ലേ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, അതിനെ 3 തരത്തിലാണ് സളിവൻ തരംതിരിച്ചിരിക്കുന്നത്. ഈ മറ്റേ ആബ്സല്യൂട്ട് യുഫോറിയയിൽ ജനിച്ചിട്ട് ടെൻഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് 3 തരത്തിലുള്ള സെൽഫ് ഉണ്ടായിരിക്കും. നമ്മുടെ ഫ്രോയിഡിന്റെ കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആയിട്ടോ, അല്ലെങ്കിൽ കാൾ യുങ്ങിന്റെ പല ആർക്കിടൈപ്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയാണ് ഇത്. അതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും. ആദ്യം പറയുന്നത് എന്താണ്? ഗുഡ് മീ എന്ന് പറയുന്ന സെൽഫ്. ഗുഡ് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എവരിത്തിങ് വി ലൈക്ക് അബൌട്ട് അവർ സെൽഫ്. നമുക്ക് നമ്മളെ കുറിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ആ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്, അല്ലെ? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കുക. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കാളിയുങ്ങിന്റെ പെർസോണ പോലെ തന്നെ. ഓക്കെ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് സെൽഫിനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ആ കാര്യത്തിനെയാണ് നമ്മുടെ സളിവൻ ഗുഡ് മീ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്, ഗുഡ് മീ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചത്. രണ്ടാമത് വരുന്നത് എന്താ? ബാഡ് മീ. ബാഡ് മീ എന്ന് പറഞ്ഞാൽ കാളിയുങ്ങിന്റെ ഷാഡോ കൺസെപ്റ്റ് പോലെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ അറിയുമായിരിക്കും. ഓക്കെ, അത് മറ്റുള്ളവർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കും. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കില്ല, നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നടക്കും. ആ ഒരു സെൽഫിനെയാണ് ബാഡ് മീ എന്ന് വിളിച്ചത്. ഇനി നോട്ട് മീ എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് എന്നുള്ള കൺസെപ്റ്റ്. അതായത് നിങ്ങൾക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും,
അത് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തത് നിങ്ങളുടെ അൺകോൺഷ്യസിലേക്ക് പോയത് കൊണ്ടാണ്. നിങ്ങൾക്ക് അത്രയും ഇഷ്ടമില്ലാത്ത, അത്രയും വെറുപ്പുള്ള നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് പുറത്തേക്ക് വന്നാൽ അത് നിങ്ങളിൽ ഭയങ്കര രീതിയിൽ ആങ്സൈറ്റി ഉണ്ടാക്കും. അപ്പോൾ ആബ്സല്യൂട്ട് ടെൻഷനിലേക്ക് നിങ്ങൾ പെട്ടെന്ന് നീങ്ങും. അങ്ങനെ ആബ്സല്യൂട്ട് ടെൻഷനിലേക്ക് നിങ്ങൾ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫ് അതിനെ അൺകോൺഷ്യസ് ആക്കി വെക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡിഫൻസ് മെക്കാനിസം അല്ലേ അൺകോൺഷ്യസിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, എക്സാക്ട്ലി അതേ ആശയം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വശമുണ്ട്, അത് നമ്മൾ മാക്സിമം ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. ചീത്ത ഒരു വശമുണ്ട്, അത് നമ്മൾ മാക്സിമം ഒളിപ്പിച്ചു വെക്കും. ഇനി ചീത്ത വശം പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടാക്കും. അതുകൊണ്ട് അതിനെ അൺകോൺഷ്യസിൽ ഒളിപ്പിച്ചു വെക്കും. അതിനെയാണ് നോട്ട് മീ എന്ന് വിളിച്ചത്. ഇനി ഈ കുട്ടി ജനിച്ച് കടന്നു പോകുന്ന കുറെ സ്റ്റേജസിനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് നിങ്ങൾ പിയാജെയുടെ തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എറിക്സന്റെ തിയറിയിൽ ഇനി പഠിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ. പല ഘട്ടങ്ങളിലൂടെയാണ് കുട്ടി വളരുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ വളരുന്ന ഒരു കുട്ടിക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മാറുന്നത്? ജനിക്കുമ്പോൾ അമ്മയുമായിട്ട് മാത്രം ബന്ധമുള്ള ഒരു കുട്ടി വളർന്നു വലുതാവുമ്പോൾ ആ കുട്ടി അമ്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് മെല്ലെ ഫ്രണ്ട്സിലേക്കും അതിന് സമൂഹത്തിലേക്കും പാർട്ട്ണറിലേക്കും ഒക്കെ എത്തുന്നത് എന്നുള്ളതിന് ഒരു ഔട്ട്ലൈനാണ് അദ്ദേഹം ഈ ഡെവലപ്മെന്റൽ ഇപ്പോക്സ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. EPOCHS, ഇപ്പോക്സ് എന്നാണ് അത് പറയുക. അപ്പൊ ഡെവലപ്മെന്റൽ സ്റ്റേജസ് തന്നെയാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ ഡെവലപ്പ് ആവുന്നത്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ് ഡെവലപ്പ് ആവുന്നത്. അത് പല രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 7 ഡെവലപ്മെന്റൽ ഇപ്പോക്സ് ആണ് സളിവൻ പറഞ്ഞു വെച്ചത്. 7 സ്റ്റേജസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുക. ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, ജുവനൈൽ എറ, പ്രീ അഡോളസൻസ്, ഏർലി അഡോളസൻസ്, ലേറ്റ് അഡോളസൻസ് ആൻഡ് അഡൾട്ട്ഹുഡ്. ഏറ്റവും അവസാനം അഡൾട്ടായി മാറുന്ന ഒരവസ്ഥ. ഇത് ഓരോ സ്റ്റേജിലും എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഇൻഫൻസി എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് 1 വയസ്സ് വരെയുള്ള സ്റ്റേജ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ സംബന്ധിച്ചിടത്തോളം ഓറൽ സ്റ്റേജ് ഒക്കെ ഇവിടെ ആയിരിക്കും അല്ലെ വരിക. ഓറൽ സ്റ്റേജിലൊക്കെ എന്താ പറയാ, ഈറോജി പ്ലഷർ സോൺ മൗത്താകുന്നതും എങ്ങനെ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ ബാധിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി പഠിച്ചപ്പോൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സളിവനെ സംബന്ധിച്ചിടത്തോളം ഈ ഫസ്റ്റ് ഇയറിൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതിന് വലിയ കാര്യമായിട്ടുള്ള എംഫസിസ് ഒന്നും ആര് കൊടുത്തിട്ടില്ല? സളിവൻ കൊടുത്തിട്ടില്ല. ബേസിക്കലി പറഞ്ഞാൽ തിയറിയിൽ ഇൻഫൻസിയെ കുറിച്ച് വളരെ കുറച്ച് എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് മാത്രം. ഫസ്റ്റ് 1 വയസ്സാവുന്നത് വരെ ഉള്ളത് നമ്മൾ പ്രോഗ്രാം ചെയ്ത പോലെയാണ് കുട്ടികൾ വളരുന്നത്. അത് പേഴ്സണാലിറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിക്കില്ല. അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കാൻ കുട്ടിയുടെ മനസ്സ് സെൽഫ് എത്തിയിട്ടില്ല എന്നൊരു ആശയമാണ് സളിവൻ ഉണ്ടായിരുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം, 1 to 5 years ആണ് സളിവൻ പറഞ്ഞത്. ഇവിടെയാണ് കുട്ടികൾക്ക് സ്പീച്ച്, കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, സംസാരിക്കുന്ന രീതിയൊക്കെ. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നത് ഈ 1 to 5 yearsലാണ്. ഇതാണ് മദർ ചൈൽഡ് റിലേഷൻഷിപ്പ്, അമ്മയും കുട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്നാണ് സളിവൻ പറഞ്ഞത്. കാരണം എന്താ? മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ ഈ ഒരു സ്റ്റേജ്, അതായത് അമ്മ സംസാരിക്കുന്നത് പിക്ക് ചെയ്തിട്ടായിരിക്കും കുട്ടി സംസാരിക്കാൻ പഠിക്കുക. അമ്മ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കണ്ടിട്ടായിരിക്കും കുട്ടി സംസാര ശൈലിയൊക്കെ രൂപീകരണപ്പെടുത്തുക. അതേപോലെ അമ്മയുടെ കെയറും ലവും ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സമയമാണ് ഈ 1 to 5 റിലേഷൻഷിപ്പ്. അപ്പൊ ഒരു 1 to 5 ഏജ്, അപ്പൊ ഒരു നല്ല റിലേഷൻ എന്താണെന്നുള്ള കൺസെപ്റ്റ് കുട്ടി മനസ്സിലാക്കിയെടുക്കുന്നത് ഈ സ്റ്റേജിലായിരിക്കും. അതുകൊണ്ടാണ് മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചൈൽഡ്ഹുഡിലാണെന്ന് സളിവൻ പറയുന്നത്. ഇനി ജുവനൈൽ സ്റ്റേജ്, 6 മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പ്രായം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെയാണ് കുട്ടികൾ ഈ മദർ ചൈൽഡ് റിലേഷൻഷിപ്പ് എന്നുള്ള ബാരിയർ മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട്, അമ്മയുമായിട്ടുള്ള ബന്ധം മെല്ലെ ബ്രേക്ക് ചെയ്തിട്ട് മറ്റുള്ള റിലേഷൻഷിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് റിലേഷൻഷിപ്പ് ഒബ്വിയസ്ലി എന്തായിരിക്കും? കളിക്കൂട്ടുകാർ അല്ലെ. സ്കൂളുകളിലാണെങ്കിലും വീടിന്റെ അടുത്തുള്ള കുട്ടികളാണെങ്കിലും ഒക്കെ പ്ലേമേറ്റ്സ്, കളിക്കാനും സന്തോഷിക്കാനൊക്കെ പറ്റിയ ആളുകളെ തേടി പോകുന്നത് ഈ ഒരു പ്രായത്തിലാണ്. 6 to 8 വയസ്സിലാണ് കൂടുതൽ സോഷ്യലൈസേഷൻ എന്താണെന്ന് കുട്ടി മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു സളിവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇമീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സ്, അച്ഛൻ, അമ്മ, അനിയൻ, ചേച്ചി, ഇത്തരത്തിലുള്ള ആളുകളായിട്ടായിരിക്കും കൂടുതൽ ബന്ധം 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന കുട്ടി പിയർ ഗ്രൂപ്പ്സ്, ഫ്രണ്ട്ഷിപ്പ് സോണിലേക്കൊക്കെ മെല്ലെ മെല്ലെ പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പ് സോണിലേക്ക് പോവുക മാത്രമല്ല, ഈ ഒരു സ്റ്റേജിൽ കോമ്പറ്റീഷൻ ആൻഡ് സബോർഡിനേഷൻ ഡെവലപ്സ്. കോമ്പറ്റീഷൻ ആൻഡ് സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാവധി മത്സരിക്കാൻ ശ്രമിക്കുക, കൂട്ടുകാരായിട്ട് നന്നായിട്ട് ഓടി മത്സരിക്കുകയോ ചാടി മത്സരിക്കുകയോ ഒന്നാമതെത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവര് തോൽപ്പിക്കാൻ ശ്രമിക്കുക, ആ രീതിയിലുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ ജുവനൈൽ സ്റ്റേജിലാണ് വരുന്നത്.
സബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ടീച്ചേഴ്സിനോടുള്ള ഭയം, അല്ലെ? നമുക്ക് ഈ ചെറിയ കുട്ടികളൊക്കെ ടീച്ചർ എന്ത് പറയുന്നു അത് അതേപോലെ കേൾക്കാൻ വേണ്ടിയിട്ട് അധികവും ശ്രമിക്കും. അതുകൊണ്ട് അവർക്ക് എന്താ പറയുക, ഹോംവർക്ക് ചെയ്യാതെ സ്കൂളിൽ പോവാന്നൊക്കെ പറയുന്നത് ഭയങ്കര പേടിപ്പെടുത്തുന്ന സംഭവമായിരിക്കും. അപ്പോൾ സബോർഡിനേഷൻ, ടീച്ചർ ഒരു അതോറിറ്റിയാണ്, ടീച്ചർ പറയുന്നത് ഞാൻ കേൾക്കണം എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ വരുന്നത് ജുവനൈൽ സ്റ്റേജിലാണ് എന്നാണ് ആര് പറയുന്നത്, സളിവൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുട്ടി ഏത് സ്റ്റേജിലേക്ക് കിടക്കും? പ്രീ അഡോളസൻസ്, അഡോളസൻസ് പീരീഡിന് മുന്നേ ഉള്ള സ്റ്റേജ്. ഓക്കെ, ഈ സ്റ്റേജിൽ നമ്മൾ കൂട്ടുകാർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ചുരുങ്ങി എന്താ പറയുക, ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായി വരുന്നത് പ്രീ അഡോളസൻസിലാണ് എന്നാണ് ആര് പറയുന്നത്, സളിവൻ പറയുന്നത്. ഈ 9 to 12 വയസ്സിൽ ഈ ക്ലോസ് റിലേഷൻഷിപ്പ്, സാധാ കുറെ ആൾക്കാരായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിന് പകരം മൂല്യമുള്ള ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദങ്ങൾ, ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുട്ടി പഠിക്കുന്നത് 9 to 12 ഇയേഴ്സ് പ്രായത്തിലാണ് എന്നാണ് സളിവൻ പറയുന്നത്. അപ്പോൾ സോഷ്യലൈസേഷൻ പഠിച്ചു വരുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് ഇത്. ഈ 6 to 8 എല്ലാ കുട്ടികളെയും ഫ്രണ്ട്സ് ആക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടി 9 to 12 ആകുമ്പോൾ ശരിക്കും ഫ്രണ്ട് എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ക്ലോസ് ഫ്രണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജാണ് പ്രീ അഡോളസൻസ്. ഓക്കെ, ഇനി ഏർലി അഡോളസൻസിലേക്ക് പോകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് എങ്ങനെ മാറും? പ്യൂബേർട്ടി, അല്ലെ? ബയോളജിക്കലി കുറെ ചേഞ്ചസ് ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് സെക്ഷൽ എക്സ്പ്രഷൻ ഉണ്ടാകും. ഈ എന്താ പറയുക, ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുകയും എന്താ പറയുക, ലവേഴ്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകാനുള്ള ആ രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടെൻഡൻസി കുട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇൻഫൻസിൽ ജനിച്ച കുട്ടി അമ്മയായിട്ടുള്ള മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. ജുവനൈൽ ആൻഡ് പ്രീ അഡോളസൻസിൽ ഫ്രണ്ട്ഷിപ്പിലേക്ക് നല്ല എക്സ്പാൻഡ് ചെയ്തു. ഏർലി അഡോളസൻസ് ആയപ്പോഴേക്കും അതെന്തായി മാറി? ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. അതാണ് 13 to 17 ഇയേഴ്സിൽ ഉണ്ടാവുക എന്നാണ് സളിവൻ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ വരിക? ലേറ്റ് അഡോളസൻസ്, 18 to 23 ഇയേഴ്സ്. ഇനി ഈ തുടക്കത്തിൽ പ്രേമിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ, എല്ലാരെയും കുറിച്ച് പറയല്ല കേട്ടോ, തുടക്കത്തിൽ പ്രേമിക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ് ബ്രേക്കപ്പുകൾ. അപ്പൊ നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാണ്. നമ്മൾ ലവേഴ്സ് ഉണ്ടാവുന്നു, ബ്രേക്കപ്പ് ആവുന്നു, അടുത്ത ലവർ ഉണ്ടാവുന്നു, ബ്രേക്കപ്പ് ആവുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് ജെന്യൂൻ ആയിട്ടുള്ള, കുറച്ചും കൂടി ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായി വരുന്നത് ലേറ്റ് അഡോളസൻസിലാണ്. ഓക്കെ, ലോങ് ടേം റിലേഷൻഷിപ്പുകൾ ഉണ്ടായി വരുന്നത് ലേറ്റ് അഡോളസൻസിലാണ് എന്നാണ് സളിവന്റെ അഭിപ്രായം. അഡോളസൻസ് മറ്റേ 18 to 18 ഇയേഴ്സ് വരെ, 13 to 17 ഇയേഴ്സ് വരെ ഏർലി അഡോളസൻസ് പീരീഡിൽ കുട്ടിക്ക് ലവ് എന്താണെന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കൺസെപ്റ്റ് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ആയിട്ടില്ല. 18 to 23 ഓക്കെ എന്റെ പാർട്ട്ണർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു ഫോക്കസ് വന്നിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യത ഉണ്ടാവുന്നത് എന്നാണ് സളിവൻ പറയുന്നത്. ലവ് മാത്രമാണോ അവിടെ ഉണ്ടാവുക? അല്ല, സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റീസ് ഓൾസോ ഡെവലപ്പ്. അങ്ങനെ പറഞ്ഞ എന്താ, സമൂഹത്തിനോട്, വളർന്നു വരുന്ന സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വ ബോധം കുട്ടികൾക്ക് തോന്നി തുടങ്ങും. ഈ സമയത്ത് കുട്ടിയെന്ന് വിളിക്കാൻ പറ്റും അറിയില്ല, പക്ഷെ സളിവൻ വിളിക്കുന്നത് അങ്ങനെയാണ്, ലേറ്റ് അഡോളസൻസ് എന്നല്ലേ. അപ്പോൾ ഈ സമയത്തുള്ള ആളുകൾക്ക് സമൂഹത്തിനോടൊരു റെസ്പോൺസിബിലിറ്റി തോന്നും. അവര് പൊളിറ്റിക്സിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങും. അവര് സമരങ്ങൾ ചെയ്യുകയെ അല്ലെങ്കിൽ പ്രതിഷേധിക്കുകയെ, അവരുടേതായിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങും. പിന്നെ വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് സളിവൻ പറയുന്നത് പാരന്റൽ കൺട്രോൾ ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ തമ്മിലുള്ള ക്ലാഷ്. മകനും അല്ലെങ്കിൽ മകൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, വീട്ടുകാർ സമ്മതിക്കില്ല, അടിപിടി. ഈ ഒരു സ്റ്റേജ് 18 to 23 ഉണ്ടാവുക എന്നാണ് ആര് പറയുന്നത്, സളിവൻ പറയുന്നത്. സോ ആ ഒരു 18 to 23 കുട്ടി കടന്നു പോകുമ്പോൾ കുട്ടി എന്താ പറയുക, സെൽഫ് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു, ജെന്യൂൻ ലോങ് ടേം റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും മെച്യൂർ ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നു. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒരു റിലേഷൻഷിപ്പ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് മനസ്സിലാകും എന്നാണ് സളിവൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം വരുന്ന അഡൾട്ട്ഹുഡ് സ്റ്റേജിൽ കുട്ടികൾക്ക് റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യാൻ വല്ല പ്രശ്നം ഉണ്ടാവുമോ? പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 23 ഇയേഴ്സ് ആൻഡ് എബോവ് ആകുമ്പോഴേക്ക് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാം ആളുകൾ മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ അഡൾട്ട്ഹുഡിന്റെ സ്റ്റേജസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ല എന്താ പറയുക ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, സക്സസ്ഫുൾ ഡെവലപ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ, നിങ്ങളുടെ പിന്നീട് അങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ്, സോഷ്യലൈസേഷൻ ഒക്കെ ഈസി ആയിട്ട് മുന്നോട്ട് തന്നെ പോകും. ഓക്കെ, ഇനി സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഈ ഫ്രണ്ട്സിനെ ഉണ്ടാക്കേണ്ട സമയത്ത് ഫ്രണ്ട്സ് ഉണ്ടാക്കിയില്ല,
ജെന്യൂൻ റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ട സമയത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയില്ല. അപ്പോ നേരത്തെ സളിവാൻ പറഞ്ഞ ആങ്സൈറ്റി ഇല്ലേ, സൈക്കോളജിക്കൽ ടെൻഷൻ, ആബ്സല്യൂട്ട് ടെൻഷൻ, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും എന്നാണ് സളിവാൻ പറയുന്നത്. അപ്പൊ ബേസിക്കലി എല്ലാം എന്താണ്, ബേസിക്കലി എല്ലാം സൈക്കോളജിക്കൽ ടെൻഷന്റെയും ഉറവിടം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ നിന്ന് ഹെൽത്തി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ് ചെയ്തിട്ട് അഡൾട്ട് റിലേഷൻഷിപ്പിലേക്ക് എത്താൻ ഒരു കുട്ടിക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ ആങ്സൈറ്റി ടെൻഷനൊക്കെ ഉണ്ടാവുന്നത് അഡൾട്ട്ഹുഡിൽ എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി സളിവൻ അപ്പൊ അതിനെ വിളിച്ച കാര്യം എന്താന്ന് വെച്ചാൽ അറസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങൾ സ്റ്റക്കായി, നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലവർ കിട്ടുന്നില്ല, ആ ഒരു സ്റ്റേജിനെയൊക്കെ അറസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്, നിങ്ങളുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ഡെവലപ്മെന്റ് അവിടെ സ്റ്റോപ്പ് ആയി എന്നുള്ള രീതിയിലാണ് സളിവൻ പറയുന്നത്. സോ നിങ്ങൾ വളർന്നു വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിലൊക്കെ സ്റ്റക്കായി പോയാലാണ് അഡൾട്ട്ഹുഡിന് ശേഷം 23 വയസ്സിന് ശേഷം നിങ്ങൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു സളിവൻ ഉണ്ടായിരുന്നത്. ഇത് സയന്റിഫിക് ഒന്നല്ലേ, ഇങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത് ആരും. നിങ്ങൾക്ക് ഇപ്പൊ 23 വയസ്സായിട്ടും ലവർ ഇല്ല എന്നുള്ളൊരു കൺസേൺ ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ആഡ്ലറിന്റെ ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എന്താ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്യുന്ന ഒരു സംഭവം ഒന്നല്ല. പുള്ളി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഈ വയസ്സിലൊക്കെ, പക്ഷെ പുള്ളിയുടെ ഒരു അഭിപ്രായം ഇതാണ്, ഇങ്ങനെയൊക്കെ നടക്കാൻ ഒരു സാധ്യതയുണ്ട് എന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ച് എന്താ പറയുക നല്ലൊരു ഹെൽത്തി രീതിയിലേക്ക് പിന്നെ മാറാൻ പറ്റില്ല എന്നുള്ളൊരു അഭിപ്രായമൊന്നും സളിവൻ ഉണ്ടായിരുന്നില്ല. ചിലവരുടെ ഇങ്ങനെ സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്, അത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു അഭിപ്രായം. ഓക്കെ, സോ അതാണ് സളിവന്റെ തിയറിയിലുള്ള ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിച്ചോളൂ. എന്നാ ലാസ്റ്റ് തിയറിയിലേക്ക് കിടക്കാം. സാറേ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും തോന്നുന്നു. യെസ് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സള്ളിവന്റെ അഭിപ്രായത്തില് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ സ്റ്റേജസിനെയാണ് പേഴ്സണാലിറ്റി. ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത് ഒരു വ്യക്തിയും മറ്റു വ്യക്തിയും തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുമ്പോൾ 2 സ്റ്റേറ്റിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്. ഒന്ന് ആബ്സല്യൂട്ട് യൂഫോറിയയും മറ്റേത് ആബ്സല്യൂട്ട് ടെൻഷനും. ആബ്സല്യൂട്ട് യൂഫോറിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഒരു കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സ്റ്റേറ്റ്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ എന്താണ്, ഈ ജനിച്ചു വീഴുന്ന കുട്ടികളൊക്കെ ഉറങ്ങുന്ന പോലെ ആയിരിക്കും, വേറെ ഒന്നിനെ കുറിച്ചും ചിന്തകൾ ഉണ്ടാവില്ല, ഫുൾ റിലാക്സ്ഡ് ആയിരിക്കും. പിന്നീട് ആ കുട്ടി വളർന്നു വരുമ്പോൾ യുഫോറിയ കുറഞ്ഞ് ടെൻഷൻ കൂടി വരാനാണ് സാധ്യതയുള്ളത് എന്നാണ് സളിവൻ പറയുന്നത്. കാരണം എന്താണ്? മനുഷ്യർക്ക് കുറെ ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഉണ്ട്. ബയോളജിക്കൽ നീഡ്സ് ലൈക്ക് ഫുഡ്, വാട്ടർ. സൈക്കോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണ്? അമ്മയുടെ സ്നേഹം, അല്ലെങ്കിൽ സെക്യൂരിറ്റി, വാത്സല്യം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ആ കുട്ടിക്ക് ആങ്സൈറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആങ്സൈറ്റി നിലനിന്ന് പോയാൽ അത് വലുതാവുമ്പോൾ സൈക്കോളജിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടെൻഷനിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പേഴ്സണാലിറ്റി ഒക്കെ പറയുന്നത്. ഇങ്ങനെ കുട്ടി വളർന്നു വലുതാവുമ്പോൾ കുട്ടിക്ക് എന്ത് തോന്നും? ഗുഡ് മീ, ബാഡ് മീ, നോട്ട് മീ, 3 ലെവലിലുള്ള സെൽഫ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഗുഡ് മീ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ബെസ്റ്റ് ക്വാളിറ്റീസ്, അതായിരിക്കും ആ കുട്ടി മറ്റുള്ള വ്യക്തികൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, കാൾ യുങ്ങിന്റെ പെർസോണ പോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സാധനം. ബാഡ് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിയെ കുറിച്ച് അറിയാവുന്ന മോശം കാര്യങ്ങൾ, അത് നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കാണിക്കില്ല, അത് നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ നോക്കും. ഓക്കെ, നോട്ട് മീ എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടിക്ക് ഉണ്ടാവുന്ന അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ആ കുട്ടിക്ക് അത് ഉണ്ട് എന്ന് ആ കുട്ടി തന്നെ തിരിച്ചറിഞ്ഞാൽ ഭയങ്കര രീതിയിൽ അത് ആങ്സൈറ്റി ഉണ്ടാക്കും. അപ്പൊ അതിനെ അൺകോൺഷ്യസിലേക്ക് തള്ളിവിടും എന്നാണ് പറയുന്നത്. അപ്പൊ അൺകോൺഷ്യസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെൽഫാണ് നോട്ട് മീ. അപ്പൊ ഗുഡ് മീ, ബാഡ് മീ, നോട്ട് മീ കൺസെപ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഇനി ഈ കുട്ടിയുടെ റിലേഷൻഷിപ്പ് ഒരു മദർ ചൈൽഡ് റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണ രീതിയിൽ ഒരു അഡൾട്ട് റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് പല സ്റ്റേജസിലൂടെ കടന്നുപോയിട്ടാണെന്നാണ് സളിവൻ പറയുന്നത്. ആ സ്റ്റേജസിനെയാണ് അദ്ദേഹം വിളിച്ചത് ഡെവലപ്മെന്റൽ ഇപ്പോക്സ് എന്നുള്ള പേര് കൊണ്ട് വിളിച്ചത്. ഇപ്പോക്സ് എന്ന് പറഞ്ഞാൽ ഘട്ടങ്ങൾ എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, ജുവനൈൽ, ഇങ്ങനെ ഓരോ സ്റ്റേജിനും ഓരോ പ്രത്യേകതകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇൻഫൻസി സ്റ്റേജിൽ കുട്ടിക്ക് ഈ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കോഗ്നിറ്റീവ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു ലെവലിലേക്ക് കുട്ടി എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വയസ്സ് വരെ വലിയ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ എന്താ ഉണ്ടാവുന്നത്? 1 to 5 years ആവുമ്പോൾ കുട്ടിക്ക് സ്പീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് അമ്മ കുട്ടി
തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ കുട്ടീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് 1 to 5 ഇയേഴ്സിലാണ്. കാരണം ആ കുട്ടിയുടെ റിലേഷൻഷിപ്പ് കൺസെപ്റ്റിൽ ആ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പൊ അമ്മയുടെ ഭാഷ, അമ്മ സംസാരിക്കുന്ന രീതികളൊക്കെ കുട്ടീനെ നല്ല രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. 6 to 8 വയസ്സിലേക്ക് ആകുമ്പോൾ ജുവനൈൽ സ്റ്റേജിലേക്ക് കടക്കും. ജുവനൈൽ സ്റ്റേജിന്റെ പ്രത്യേകത എന്താണ്? കളിക്കൂട്ടുകാരുടെ സ്റ്റേജ്, ഹെൽത്തി സോഷ്യലൈസേഷൻ, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുക, കളിക്കുക, ആ ഒരു സ്റ്റേജിലാണ് ഈ ജുവനൈൽ സ്റ്റേജിലേക്ക് കുട്ടി പോകുന്നത്. അപ്പൊ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കുടുംബത്തിലുള്ള ഫാമിലി മെമ്പേഴ്സിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ വിട്ട് സമൂഹത്തിലേക്ക് കുട്ടി ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. പ്രീ അഡോളസന്റ് സ്റ്റേജിൽ എത്തുമ്പോൾ ഈ സൗഹൃദം എന്താണെന്ന് നേരെ മനസ്സിലാക്കിയിട്ട് ക്ലോസ് ഫ്രണ്ട്സ്, നല്ല സുഹൃത്തുക്കൾ, ബെസ്റ്റ് ഫ്രണ്ട്, ആ കൺസെപ്റ്റുകളൊക്കെ കുട്ടി, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിനെയാണ് പ്രീ അഡോളസൻസ് എന്ന് വിളിച്ചത്. ഏർലി അഡോളസൻസ് സ്റ്റേജിൽ പ്യൂബേർട്ടി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കുട്ടിക്ക് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവുകയും സെക്ഷൽ ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് തേടിയിട്ട് കുട്ടി പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഏർലി അഡോളസൻസ് സ്റ്റേജിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സെക്ഷൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരെ തേടി പോവുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് സളിവൻ എത്തുന്നത്. ഇനി ലേറ്റ് അഡോളസൻസ്, ഈ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എല്ലാം സക്സസ്ഫുൾ ആവണമെന്നില്ല. അത് അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജെന്യുവൻ ആയിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്സ് വരുന്നത് ലേറ്റ് അഡോളസൻസ് എന്ന് പറയുന്ന ഈ പീരീഡിലാണ്. അതേസമയം എന്തും വരും? സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റീസ്, ഒരു സമൂഹത്തിൽ എൻ്റെ റോൾ എന്താണ് എൻ്റെ ഉത്തരവാദിത്തം, ആ രീതിയിലുള്ള കൺസെപ്റ്റ് ഒക്കെ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഈ ലേറ്റ് അഡോളസൻസിലാണ്, 18 to 23 വയസ്സിന്റെ ഇടയിലാണ്. അവിടെ പാരന്റ്സ് കുട്ടീനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, കുട്ടി സെൽഫ് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. അത് രണ്ടും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്നാണ് സളിവൻ പറഞ്ഞത്. ലാസ്റ്റ്ലി പറഞ്ഞു, ഇത്രയും സ്റ്റേജിലൂടെ ഹെൽത്തി ആയിട്ട് കടന്നു പോവുകയാണെങ്കിൽ അഡൾട്ട്ഹുഡ് ആവുമ്പോൾ നല്ല രീതിയിൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിച്ചു മരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാകും. അറസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഏതെങ്കിലും സ്റ്റേജിൽ സ്റ്റക്കായി കിടക്കുകയാണ്, ഏതെങ്കിലും ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ സൈക്കോളജിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ടെൻഷൻ ഉണ്ടായി വരുമെന്നാണ് സളിവൻ പറഞ്ഞത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ എറിക് എറിക്സൺ, ലാസ്റ്റ് വൺ ആണ്. വീണ്ടും പറയുന്നു, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം. നമ്മൾ ഡിഫിക്കൽട്ടി തുടങ്ങി താഴേക്ക് പോകുന്നത് അതുകൊണ്ടാണ്, പെട്ടെന്ന് മനസ്സിലാക്കി പോകാൻ. നിങ്ങൾക്ക് ഏറ്റവും അറ്റൻഷൻ എനർജി ഫസ്റ്റത്തെ സമയത്തായിരിക്കും, അതുകൊണ്ടാണ് ആ സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ളത് എടുത്തത് കേട്ടോ. സോ എറിക്സന്റെ തിയറി ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഈ കുട്ടികള് സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് വളരുന്നത്? എറിക്സന്റെ വാക്കിൽ പറയുകയാണെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. സൈക്കോ മനസ്സ്, സോഷ്യൽ സൊസൈറ്റി, മനസ്സും സൊസൈറ്റിയും കൂടിയും ചേർന്ന് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് എറിക്സന്റെ തിയറിയിൽ വരുന്നത്. ഓക്കെ, ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആണ് എറിക്സൺ. അദ്ദേഹം സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകളുണ്ട് അന്ന ഫ്രോയിഡ്. അന്ന ഫ്രോയിഡിന്റെ കീഴിലാണ് എറിക്സൺ ട്രെയിനിങ് ഒക്കെ ചെയ്തത്. അപ്പൊ അന്ന ഫ്രോയിഡ് കുട്ടികളിലാണ് കൂടുതൽ പഠനങ്ങൾ നടത്തിയിരുന്നത്. ചൈൽഡ് സൈക്കോളജി ആയിരുന്നു അന്ന ഫ്രോയിഡിന്റെ ഇൻട്രസ്റ്റ്. അപ്പൊ കുട്ടികളെ സമൂഹം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം അന്ന ഫ്രോയിഡിന് ഉണ്ടായിരുന്നു. അന്ന ഫ്രോയിഡിന്റെ കീഴിൽ പഠിച്ചത് കൊണ്ട് എറിക്സണും ആ ഒരു അഭിപ്രായമായിട്ട് മുന്നോട്ട് പോയി അദ്ദേഹത്തിന്റെ തിയറി ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ തിയറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ് സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ്. ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടായി. ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് എറിക്സൺ ആണ്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ തിയറിനെ വേറൊരു പേരിലും കൂടി വിളിക്കുന്നുണ്ട്, സൈക്കോ സോഷ്യൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സൈക്കോ സോഷ്യൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച് മരിക്കുന്നത് വരെ 8 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് എറിക്സൺ പറയുന്നത്. ഈ കാൾയുങ്ങിന്റെ തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, പൂർണ്ണമായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന എപ്പോഴാണ്? മിഡിൽ ഏജിന് ശേഷം, 50 വയസ്സിന് ശേഷമാണ് പേഴ്സണാലിറ്റി എന്താണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നതെന്നാണ് യുങ് പറഞ്ഞത്. എറിക്സന്റെ അഭിപ്രായത്തിൽ പേഴ്സണാലിറ്റി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അഡൾട്ട്ഹുഡ് ആകുമ്പോൾ തീരുന്നില്ല. സളിവൻ പറഞ്ഞ പോലെ 23 വയസ്സിന് ശേഷം ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പഠിച്ചാൽ അവിടെ തീരുന്നൊന്നല്ല പേഴ്സണാലിറ്റി. ജനിച്ചു മരിക്കുന്നത് വരെ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് ഉണ്ടാവാൻ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് അദ്ദേഹം സൈക്കോ സോഷ്യൽ തിയറിയിൽ പറയാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പൊ 8 സ്റ്റേജസ് ഉണ്ട് മരിക്കുന്നത് വരെ. ഓരോ ആളും കടന്നു പോകുന്ന 8 സ്റ്റേജസ്. ഓരോ സ്റ്റേജിലും ഒരു ക്രൈസിസ് ഉണ്ടാകും. ആ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈസിസ്.
ഇപ്പോൾ സളിവന്റെ തിയറിയിൽ ഒരു സ്റ്റേജിൽ ഫ്രണ്ട്സ് ഉണ്ടാക്കണം, ഒരു സ്റ്റേജിൽ ലവർ ഉണ്ടാകണം, അങ്ങനെ പറഞ്ഞില്ലേ? അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഒരു സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ടാസ്ക് ഉണ്ടായിരിക്കും, അത് ചെയ്യാൻ പറ്റണം. അത് ആ ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി, ഒരു സ്റ്റേജിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഗോൾ, അതിനെയാണ് അദ്ദേഹം ക്രൈസിസ് എന്ന് വിളിച്ചത്. ഓക്കെ, ഈ ഓരോ സ്റ്റേജിന്റെയും ക്രൈസിസ് ഓവർകം ചെയ്താൽ ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവും. ക്രൈസിസ് ഓവർകം ചെയ്യാതെ ഫെയിൽ ആയാൽ എന്താ അൺഹെൽത്തി പേഴ്സണാലിറ്റി ഉണ്ടായി മാറും. ആ ഒരു രീതിയിലുള്ള ഒരു അർത്ഥം. ഓക്കെ, അപ്പൊ ഒരു ക്രൈസിസ് നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ അതിനെ നല്ല രീതിയിൽ അഡാപ്റ്റീവ് ആയിട്ട് നേരിടാനും നമുക്ക് പറ്റും, മോശമായിട്ടുള്ള രീതിയിൽ മാലഡാപ്റ്റീവ് ആയിട്ട് നേരിടാനും നമുക്ക് പറ്റും. എന്താണെന്ന് മനസ്സിലാക്കാൻ എക്സാമ്പിൾസ് ഇനി നമ്മൾ നോക്കുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിനും ഒരു ക്രൈസിസ് ഉണ്ട്. ക്രൈസിസ് ഒരു വ്യക്തിയുടെ മുന്നിൽ വരുമ്പോൾ അതിനെ അഡാപ്റ്റീവ് ആൻഡ് മാലഡാപ്റ്റീവ് രീതിയിൽ നിങ്ങൾക്ക് നേരിടാൻ പറ്റും. അഡാപ്റ്റീവ് രീതിയിൽ നിങ്ങൾ നേരിട്ടാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു ഗെയിൻ, ഒരു നേട്ടം നിങ്ങൾക്ക് കിട്ടും. ആ നേട്ടത്തെ അദ്ദേഹം വിളിച്ച പേരാണ് ബേസിക് സ്ട്രെങ്ത്. ഓരോ സ്റ്റേജിലും ഒരു ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസിനെ നിങ്ങൾ ഓവർകം ചെയ്താൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് കിട്ടും. വെർച്യു എന്നും പറയും, ഒരു സ്വഭാവ സവിശേഷത കിട്ടും നിങ്ങൾക്ക്. ആ സ്റ്റേജ് നിങ്ങൾ സക്സസ്ഫുള്ളി കടക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഒരു പ്രത്യേക സാധനം കിട്ടും. അതിനെയാണ് അദ്ദേഹം ബേസിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ വെർച്യു എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സ്റ്റേജിലൂടെയും കുട്ടി കടന്നു പോകണം. ആ സ്റ്റേജിനെ ഒന്നില്ലെങ്കിൽ ആ കുട്ടി അഡാപ്റ്റീവ് ആയിട്ട് ഓവർകം ചെയ്തിട്ട് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ആയിട്ട് എന്താ പറയുക സ്ട്രെങ്ത് കിട്ടാതെ പേഴ്സണാലിറ്റി അൺഹെൽത്തി ആയിട്ട് പോകും. ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻസി, അതായത് 1 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് സ്റ്റേജ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അഡാപ്റ്റീവ് ആയിട്ടുള്ള രീതിയുണ്ട്, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള രീതിയുണ്ട്. അഡാപ്റ്റീവ് ആയിട്ടുള്ള രീതി ആദ്യം എഴുതുന്നതും മാലഡാപ്റ്റീവ് ആയിട്ടുള്ള രീതി രണ്ടാമത് എഴുതുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഫൻസി സ്റ്റേജിലുള്ള ചലഞ്ച് മറികടന്നാൽ കുട്ടികൾക്ക് പേഴ്സണാലിറ്റിയിൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കോമ്പണന്റ് നേടിയെടുക്കാൻ പറ്റും, വിശ്വാസം നേടിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ്, വളർന്നു വരുന്ന കുട്ടി എന്താണ്, ആരെയും വിശ്വസിക്കാത്ത ഒരു കുട്ടിയായിട്ട് മാറും. ഓക്കെ, ചുറ്റുമുള്ള ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബന്ധങ്ങളുള്ള ഒരു കുട്ടിയായിട്ട് മാറും എന്നുള്ളൊരു അഭിപ്രായം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് വിളിക്കുന്നതെന്ന് അറിയോ? അതായത് ഈ സമയത്ത് 1 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടി ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ മദർ ഓർ പ്രൈമറി കെയർ ഗിവർ. വീണ്ടും അമ്മയുടെ റോള്, എല്ലാം അമ്മയുടെ മേലാണ്, അച്ഛനൊന്നുമില്ല, ഈ സമയത്ത് തിയറിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ. ഓക്കെ, അപ്പൊ എല്ലാം ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ ആരാണ്? അമ്മ, അല്ലെങ്കിൽ പ്രൈമറി കെയർ ഗിവർ. ആരാണോ കുട്ടിക്ക് പാല് കൊടുക്കുന്നത്, കുട്ടീനെ ഉറക്കുന്നത്, കുട്ടീനെ എന്താ പറയുക ആവശ്യങ്ങൾ നോക്കുന്നത്, അയാളിൽ കംപ്ലീറ്റ്ലി കുട്ടി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ കുട്ടി ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുകയാണ് അമ്മേനെ. മനസ്സിലായില്ലേ? കുട്ടിയുടെ സർവൈവലിന് വേണ്ടിയിട്ടും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും ഒക്കെ കുട്ടി അമ്മേനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇത്. ഇനി ഈ സമയത്ത് അമ്മ പാല് കൊടുത്തില്ല, കുട്ടി കരയുമ്പോൾ ഓടി വന്നില്ല, അല്ലെങ്കിൽ കുട്ടീനെ നേരെ നോക്കിയില്ല, അപ്പൊ കുട്ടിക്ക് എന്ത് ഡെവലപ്പ് ചെയ്യുക? മിസ്ട്രസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അഡാപ്റ്റീവ് ആയിട്ടുള്ള ട്രസ്റ്റ് വരാനും സാധ്യതയുണ്ട്, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള മിസ്ട്രസ്റ്റ് വരാനും സാധ്യതയുണ്ട്. അഡാപ്റ്റീവ് ആയിട്ടുള്ള ട്രസ്റ്റ് വരികയാണെങ്കിൽ ആ കുട്ടിക്ക് ഹോപ്പ് ഉണ്ടാവും. ഹോപ്പാണ് ഇവിടെ കിട്ടുന്ന ബേസിക് സ്ട്രെങ്ത്. ഓക്കെ, അല്ലെങ്കിൽ വെർച്യു. അതായത് ട്രസ്റ്റ് ചെയ്ത് അമ്മ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നുണ്ട്, കുട്ടിക്ക് അമ്മയിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ടാകും. ഓ, മനുഷ്യരെല്ലാം നല്ല ആളുകളാണ് അല്ലേ എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹോപ്പാണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് നോക്ക്, ഓട്ടോണമി വേഴ്സസ് ഡൗട്ട് ആൻഡ് ഷെയിം. അഡാപ്റ്റീവ് ആൻഡ് മാലഡാപ്റ്റീവ് കേട്ടോ. ഇവിടെ കിട്ടുന്ന ബേസിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വില്ല്. അതെന്താണെന്ന് പറഞ്ഞുതരാം. സമയം നോക്കിക്കോ, ഏർലി ചൈൽഡ്ഹുഡ് 1 to 3 years, 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളിൽ എന്താണ് കണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താ കണ്ടുവരുന്നത്? കുട്ടി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പഠിക്കും. ആര് പറഞ്ഞ പോലെ, സളിവൻ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഈ സമയത്താണ് കുട്ടികൾ കുറച്ച് കുരുത്തക്കേടുകൾ കാണിച്ചു തുടങ്ങും അല്ലെ? എന്താ, തീയിൽ കൊണ്ടേ കൈയിടുക, ഓടുക, ചാടുക, ഉരുണ്ടു മറിയുക, പിടിക്കുക, വലിക്കുക, സാധനങ്ങൾ പൊക്കുക. അപ്പൊ കുട്ടികള് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിപെൻഡന്റ് ആയിട്ട് ലോകം എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സ്റ്റേജ് ആണിത്. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സ്റ്റേജ് ആണിത്. ആ സമയത്ത് കുട്ടികൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഓ എനിക്കിത് ചെയ്യാൻ പറ്റൂലോ അല്ലേ, എന്നിട്ട് കുട്ടി ഒരു സാധനം പൊക്കിയിട്ട് ചിലപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, അമ്മ ഞാനിത് പൊക്കി. ഓക്കെ, അപ്പൊ അമ്മ ഞാൻ ഈ കളിപ്പാട്ടം പൊക്കി എന്ന് കുട്ടി അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അമ്മ അതിനെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിൽ കുട്ടിക്ക് ഡൗട്ട് ആൻഡ് ഷെയിം വരും ജീവിതത്തിൽ. മാലഡാപ്റ്റീവ് ആയിട്ടുള്ള രീതി. ഡൗട്ട് ആൻഡ് ഷെയിം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും അമ്മ എന്താ ഇങ്ങനെ പ്രതികരിക്കുന്നത്, അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ലേ
കുട്ടിയിൽ തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥ. ഇനി അമ്മ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഓട്ടോണമി, എന്താ പറയുക, ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടി ഇനിയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് വളരാനുള്ള ഒരു ടെൻഡൻസി കുട്ടിയുടെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഇവിടെ അമ്മയുടെ റെസ്പോൺസ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. അമ്മ നല്ല രീതിയിൽ കുട്ടിയോട് പ്രതികരിച്ചാൽ കുട്ടിക്ക് ഓട്ടോണമി ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാവും. നല്ല രീതിയിൽ പ്രതികരിച്ചില്ല, ചീത്ത പറയുകയാണ്, കുട്ടീനെ എന്താ പറയുക ഡീമോട്ടിവേറ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഡൗട്ട് ആൻഡ് ഷെയിം ആണ് ഈ സ്റ്റേജിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്താൽ കുട്ടിക്ക് ഇവിടെ കിട്ടുന്ന ബേസിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ വിർച്യു എന്താണ്? വില്ല് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? കുട്ടിക്ക് ആ കളിപ്പാട്ടം പൊക്കണം എന്നുള്ളത് കുട്ടിയുടെ ഒരു വില്ലാണ്, ഒരു ആഗ്രഹമാണ്. ആ വില്ല് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള തിരിച്ചറിവ് വരുന്ന സ്റ്റേജാണ് ഇത്. വില്ല് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് വിൽ പവർ, കുട്ടിക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുന്ന സ്റ്റേജാണ് ഓട്ടോണമി വേഴ്സസ് ഡൗട്ട് ആൻഡ് ഷെയിം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കുട്ടിക്ക് ഈ ഡൗട്ടും ഷെയിമും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഓട്ടോണമിയാണ് കുട്ടിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കുട്ടി വളരുക എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എറിക്സൺ ഉണ്ടായിരുന്നത്. ഇനി തേർഡ് സ്റ്റേജ് നോക്ക് നിങ്ങൾ, ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, 3 to 5 വയസ്സ്. ഓക്കെ, ഇവിടെ ഈ സ്റ്റേജിൽ മോട്ടോർ ആൻഡ് മെന്റൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടിയുടെ എന്താ പറയുക ശാരീരികമായിട്ടുള്ള വളർച്ച നടക്കുന്ന സ്റ്റേജ്, മെന്റൽ ആയിട്ടുള്ള എബിലിറ്റീസ് വളരുന്ന ഒരു സ്റ്റേജാണ്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിക്ക് കേപ്പബിൾ ആയിരിക്കും. ഈ ഓട്ടോണമി വേഴ്സസ് ഡൗട്ട് ആൻഡ് ഷെയിമിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്. നേരത്തെ എന്താ പറയുക ഒരു കളിപ്പാട്ടം മാത്രം പൊക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു കുട്ടി 3 to 5 വയസ്സാവുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ കളിപ്പാട്ടം മുഴുവൻ പൊട്ടിച്ചിട്ട് അത് അതേപോലെ തന്നെ തിരിച്ചു വെക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ കുട്ടിക്ക് ചില ടാസ്കുകൾ ചെയ്യാനുള്ള ഒരു കുട്ടിയുടെ ഒരു താല്പര്യം, ആ താല്പര്യം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് സ്റ്റേജിലാണ് എന്നാണ് എറിക്സൺ പറയുന്നത്. ഇവിടെ കുട്ടിയുടെ പർപ്പസ് തിരിച്ചറിയും. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില സ്റ്റേജിലുള്ള കുട്ടികൾ ബോൾ തട്ടി തുടങ്ങും. അപ്പൊ കുട്ടിക്ക് എനിക്ക് ബോൾ കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലാവുന്ന ഒരു പീരീഡ് ഈ 3 to 5 years ആയിരിക്കും. അപ്പൊ കുട്ടി ഇങ്ങനെ ബോൾ തട്ടി നടക്കുന്നത് കണ്ടിട്ട് നമ്മൾ വീട്ടുകാർ കുട്ടീനെ ചീത്ത പറയുകയാണെങ്കിൽ കുട്ടിക്ക് എന്ത് വരും? ഗിൽട്ട് വരും. നമ്മളത് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഇനീഷ്യേറ്റീവ്, ഇനിയും ബോൾ തട്ടണം, ഇനിയും ഈ രീതിയിൽ മുന്നേറണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ കുട്ടി വളർന്നിട്ട് പർപ്പസ്, കുട്ടിയുടെ പർപ്പസ് എന്താണ് എന്ന് തിരിച്ചറിയാവുന്ന ഒരു രീതിയിലേക്ക്, അവിടുത്തെ ബേസിക് സ്ട്രെങ്ത് പർപ്പസ് ആണ്, അല്ലെങ്കിൽ വെർച്വൽ പർപ്പസ് ആണ്. കുട്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ, ആ സമയത്തുള്ള ഒരു ഗോള് കുട്ടിക്ക് ഉണ്ടായി എടുക്കുന്നത് ഈ 3 to 5 years ഉണ്ടാവുന്ന ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് എന്ന് പറയുന്ന സ്റ്റേജിലാണെന്നാണ് എറിക്സൺ പറയുന്നത്. ഇനി ഫോർത്ത് വൺ, ഇൻഡസ്ട്രിയസ്നെസ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഈ സമയമാകുമ്പോഴേക്കും 6 to 11 വയസ്സാണ്. കുട്ടി എവിടേക്ക് പോയിട്ടുണ്ടാവും? സ്കൂളിൽ പോയിട്ടുണ്ടാവും. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് കണ്ട് സംസാരിച്ച് വളരുന്ന ഒരു സ്റ്റേജാണ് ഈ ഇൻഡസ്ട്രിയസ്നെസ് വേഴ്സസ് ഇൻഫീരിയോറിറ്റി സ്റ്റേജ്. ഈ സമയത്താണ് എന്താ പറയുക ഒരു ടാസ്ക് ചെയ്യുക. ഇൻഡസ്ട്രിയസ്നെസ് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഒരു കോമ്പറ്റീറ്റീവ് എന്നൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. അപ്പൊ മത്സര ബുദ്ധിയോടുകൂടി ഓരോ ടാസ്കും ചെയ്യുക. കളിയിലും പഠനത്തിലൊക്കെ മത്സര ബുദ്ധിയോടുകൂടി മത്സരിച്ചിട്ട് തന്റെ സുഹൃത്തുക്കളെക്കാളും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളൊരു ചിന്താഗതി കുട്ടികളിൽ വരുന്നത് ഈ സ്റ്റേജിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സക്സസ്ഫുള്ളി കുട്ടിക്ക് മത്സരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നേറാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടി ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡുള്ള കുട്ടിയായിട്ട് മാറും. ഓക്കെ, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് മാറും. ഇല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറും. അപ്പൊ ഇവിടെ കിട്ടുന്ന ബേസിക് സ്ട്രെങ്ത് എന്താ? സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമ്പീറ്റൻസ്, പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലെല്ലാം മത്സര ബുദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കിട്ടും എന്നാണ് എറിക്സൺ പറയുന്നത്. മെയിൻ ഫോക്കസ് ഈസ് കോമ്പറ്റീഷൻ. സക്സസ്ഫുള്ളി കമ്പീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പീറ്റൻസ് എന്ന് പറയുന്ന സ്ട്രെങ്ത് കിട്ടും, ഇല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി ഫീലിങ്സ് ആയിട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടിയിരിക്കും. ഓക്കെ, ഇനി അഡോളസന്റ് പീരീഡ് ആണ് അടുത്തത് വരുന്നത്. 12 to 18 years, 12 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. ഈ സമയത്താണ് എന്റെ അഭിപ്രായത്തിൽ എറിക്സന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ്. ഐഡന്റിറ്റി കൊഹിഷൻ വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ള ടേമാണ് ഉദ്ദേശിച്ചത്. ഈ സമയത്താണ് ഞാൻ ആരാണ്, ഞാൻ എന്തായി തീരണം എന്നുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങുന്നത് 12 to 18 yearsന്റെ ഇടയിലാണ്. സെൽഫ് ഐഡന്റിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന പ്രായം എന്ന് പറയുന്നത് 12 to 18 ആണ്.
കരിയർ മേഖലകൾ തിരഞ്ഞെടുക്കാനുള്ള എന്താ പറയുക ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു എന്താ സയൻസ് ആണോ ഡാൻസ് ആണോ എന്നുള്ള ഒരു രീതിയിലൊക്കെ കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നത് 12 to 18 ഇയേഴ്സിലാണ് എന്നാണ് എറിക്സൺ പറയുന്നത്. അപ്പൊ ഈ സമയത്താണ് ഐഡന്റിറ്റി ഷേപ്പിംഗ് ഉണ്ടാവുന്നത്. ഞാൻ ആരാണ്, ഞാൻ ഇവിടെ ബിലോങ് ചെയ്യുന്ന വ്യക്തിയാണോ എന്നുള്ള തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാവുന്നത് ഈ സ്റ്റേജിലാണ്. ഇവിടെ കുട്ടിക്ക് അങ്ങനെ ഒരു സക്സസ്ഫുൾ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം വരിക? ഐഡന്റിറ്റി ക്രൈസിസ്, കുട്ടിയുടെ ഐഡന്റിറ്റി ക്രൈസിസ് പുറത്തു വരുന്ന സമയമാണിത്. അതായത് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ കുട്ടി സ്ട്രഗിൾ ചെയ്തിട്ട് വളർന്നുകൊണ്ടേയിരിക്കും എന്നാണ് എറിക്സൺ പറയുന്നത്. ഇവിടുത്തെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിഡലിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഇവിടെ വരുന്നത് ജെനുവിൻ, സിൻസിയർ, പർപ്പസ്ഫുൾ, അർത്ഥപൂർണമായ ജീവിതം. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് അർത്ഥപൂർണമായിട്ടുള്ള ജീവിതം ജീവിക്കണമെങ്കിൽ, ഫിഡലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ കുട്ടിയുടെ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കി എടുക്കണം. ആ ഒരു സ്റ്റേജ് ആണ് ഇത്. ഐഡന്റിറ്റി മനസ്സിലായില്ലെങ്കിൽ കൺഫ്യൂസ്ഡ് റോൾ ആയിരിക്കും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ കുട്ടിയിരിക്കും. ആ അവസ്ഥയെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഐഡന്റിറ്റി ക്രൈസിസ് ഏത് പ്രായത്തിലാണ് കണ്ടുവരിക എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അഡോളസൻസ് നേരിടുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് 3 സ്റ്റേജസ്. ഈ 18 വയസ്സിന് ശേഷം 35 വയസ്സ് വരെ യങ് അഡൾട്ട്ഹുഡ് ആണ് എറിക്സൺ പറയുന്നത്. എല്ലാവർക്കും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണത്. സാധാരണ 18 to 23 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ് വരെയൊക്കെ അല്ലേ യങ് അഡൾട്ട്ഹുഡ് എന്ന് പറയാറുള്ളൂ. എറിക്സന്റെ അഭിപ്രായത്തിൽ 35 വയസ്സ് വരെ യങ് അഡൾട്ട്ഹുഡ് ആണ്. ഈ സമയത്ത് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, അതായത് ഒന്നില്ലെങ്കിൽ നമ്മൾ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കി പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലിയിൽ നിന്ന് വിട്ടുപോയിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഒക്കെ തേടി നടക്കുന്ന ഒരു പ്രായമാണല്ലോ ഇത്. ഈ സമയത്ത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഇന്റിമേറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കി റൊമാൻറ്റിക് പാർട്ട്ണറിനെയൊക്കെ കണ്ടുപിടിച്ചിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇന്റിമസി, സ്നേഹമാണ്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുക? മാലഡാപ്റ്റീവ് എന്ന് പറയുന്നത് ഐസൊലേഷൻ, ഒറ്റപ്പെടലാണ്. അപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ഇവിടുത്തെ മെയിൻ ഫോക്കസ്. അതൊന്നില്ലെങ്കിൽ ഇന്റിമസിയിലേക്ക് നയിക്കാം, കിട്ടിയില്ലെങ്കിൽ ഐസൊലേഷനിലേക്ക് നയിക്കാം. ഇന്റിമസി നമുക്ക് സക്സസ്ഫുൾ ആയി നേടിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് എന്താ? ലവ്, സ്നേഹം. അപ്പൊ നമുക്ക് കിട്ടുന്ന ബേസിക് സ്ട്രെങ്ത് നമ്മുടെ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ നിങ്ങൾ പഠിക്കുന്നത് 18 to 35 വയസ്സിന്റെ ഇടയിലാണ് എന്നുള്ളൊരു അഭിപ്രായമാണ് എറിക്സൺ ഉള്ളത്. ലവ് എന്ന് പറയുന്ന വെർച്യു, സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ സ്നേഹിക്കാനുള്ള കഴിവൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുകയാണ്. 35 to 55 വയസ്സ്, മിഡിൽ അഡൾട്ട്ഹുഡ് ഇല്ലേ, ആ പ്രായത്തിൽ എന്താ സംഭവിക്കുക? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഈ സമയത്ത് കുറെ ആളുകള് അവരുടെ ലൈഫ് എന്നുള്ള കൺസെപ്റ്റ് മാറി സമൂഹത്തിലേക്കുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. അതായത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, എന്റെ സമൂഹത്തിലുള്ള അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം. കുറച്ചും കൂടി പ്രോ സോഷ്യൽ ആയിട്ടുള്ള ഒരു പീരീഡ് 35 to 55 ആണ് എന്നാണ് എറിക്സൺ പറയുന്നത്. ആ പീരീഡിലുള്ള ആളുകൾക്കാണ് എന്താ പറയുക, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, മാറ്റിവെക്കണം, എന്റെ മക്കൾ വളരുന്ന ഒരു സമൂഹം നല്ല സമൂഹമാക്കി എടുക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി വരിക. അങ്ങനെ ഒരു ചിന്താഗതി വരാത്ത ആള് സ്റ്റാഗ്നേറ്റ് ആയിട്ട് പോകും. ഈ ലവ് എന്നുള്ളൊരു കൺസെപ്റ്റിന് ശേഷം വളരില്ല, അയാള് സ്റ്റക്കായി നിൽക്കും. അയാൾക്ക് എന്താ വീണ്ടും സെൽഫിഷ് ആയിട്ടുള്ള ജീവിതം തന്നെ അയാൾ ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കും. സമൂഹത്തിലേക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അയാൾക്ക് ഉണ്ടാവില്ല. നേരെ മറിച്ച് സമൂഹവും കൂടി നിങ്ങളുടെ കൺസേണിലേക്ക് വരികയാണ്, അടുത്ത തലമുറ എന്നുള്ളൊരു കൺസേൺ നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കെയർ കിട്ടും. അതായത് നിങ്ങളുടെ ബേസിക് സ്ട്രെങ്ത് ആ പീരീഡിലുള്ളത് കെയർ. ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടോ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു മനോഭാവം, അതിനെയാണ് ഈ കെയർ എന്ന് പറയുന്ന വെർച്യു വെച്ചിട്ട് ഉദ്ദേശിച്ചത് അയാള്. ഇനി ഏറ്റവും ലാസ്റ്റ് 55 വയസ്സിന് ശേഷമുള്ള ആളുകൾക്ക് ഒന്നില്ലെങ്കിൽ ഈഗോ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഡെസ്പെയർ. ഇത് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഇങ്ങനെ തുടർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ, ഇത് 55 വയസ്സിന് മുന്നേ ജീവിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾ സക്സസ്ഫുള്ളി ആണ് ജീവിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ എറിക്സൺ പറഞ്ഞ എല്ലാ സ്ട്രെങ്ത്തും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിയായി അല്ലെങ്കിൽ സമാധാനപരമായിട്ട് ജീവിക്കാം. അതിനെയാണ് ഈഗോ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറി. ഓക്കെ, അല്ലെങ്കിൽ ഡെസ്പെയർ, ഞാൻ ആ സമയത്ത് അത് ചെയ്തില്ലല്ലോ, അഡോളസൻ പീരീഡിൽ എന്റെ ഐഡന്റിറ്റി മനസ്സിലാക്കിയില്ല, യങ് അഡൾട്ട്ഹുഡിൽ എനിക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടായിരുന്നില്ല, 35 to 55 വയസ്സിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്യേണ്ട സമയത്ത് ഞാൻ അത് ചെയ്തില്ല. ഇതിനെ കുറിച്ചൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ വിഷമിച്ച് ജീവിക്കും. അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായമാണ് എറിക്സൺ ഉണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾ ഒരു ഹെൽത്തി പേഴ്സൺ ആയി ഈഗോ ഇന്റഗ്രിറ്റിയോട് കൂടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം അച്ചീവ് ചെയ്യുന്നത് വിസ്ഡം. പഴയ ആൾക്കാർക്ക് വിസ്ഡം കൂടുതലാണെന്നൊക്കെ നമ്മൾ പറയില്ലേ,
ആ ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ വിസ്ഡം അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് എറിക്സൺ എന്താ പറയുക ആ സ്റ്റേജ് അവസാനിപ്പിക്കുന്നത്. സോ എന്താ പറയുക, നിങ്ങൾ സക്സസ്ഫുള്ളി മുന്നത്തെ സ്റ്റേജസ് എല്ലാം എന്താ പറയുക പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ച ജീവിതം മീനിങ് ഫുൾ ആയിട്ട് തന്നെ 55 വയസ്സിന് ശേഷം തുടരും. നിങ്ങൾ അർത്ഥപൂർണമായ ഒരു ജീവിതം തന്നെ നയിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് വിസ്ഡം എന്ന് പറയുന്നത്, അത് പേഴ്സണലി ഡിഫൈൻ ചെയ്യാവുന്നതാണ് വിസ്ഡം. നമുക്ക് ഒറ്റ വാക്കിൽ എന്താ വിസ്ഡം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് എറിക്സൺ പറയുന്നത്. അങ്ങനെ നിങ്ങൾ പല സ്റ്റേജസിലും ഫെയിലായിട്ടാണ് ഈ 55 വയസ്സ് വരെ എത്തിയതെങ്കിൽ നിങ്ങൾ ഡെസ്പയർ, നിങ്ങൾക്ക് ഭയങ്കര വിഷമം, സങ്കടം, ജീവിതം വേസ്റ്റ് ആക്കി എന്നുള്ള തിരിച്ചറിവ്, ആ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ ആ സ്റ്റേജിൽ എത്തുക എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എറിക്സൺ ഉണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ എറിക്സന്റെ പേഴ്സണാലിറ്റി. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് ചോദ്യം പെട്ടെന്ന് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അതില് ഫോക്കസ്ഡ് സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടില്ലേ? അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് കൂടാതെ നമ്മളിപ്പോ ഈ തിയറീസ് എല്ലാം നമ്മളിപ്പോ യൂസ് ചെയ്യുന്നതാണോ നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട്? പ്രാക്ടിക്കൽ യൂസ് ഉള്ളതാണോ ഈ തിയറീസ് എല്ലാം? ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഈ സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന് ഏറ്റവും കൂടുതൽ റെലവൻസ് വരുന്നത് ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ അഡോളസൻസ് പീരീഡിലുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഇല്ലേ, അതിനെ ആസ്പദമാക്കിയിട്ടാണ്. എറിക്സന്റെ തിയറീസിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതും ഏറ്റവും കൂടുതൽ സംസാരിച്ചതും ഏറ്റവും കൂടുതൽ എഴുതിയതൊക്കെ ഈ അഡോളസൻസ് പീരീഡിനെ കുറിച്ചാണ്. ഇത് എറിക്സന്റെ ലൈഫുമായിട്ട് ബന്ധമുണ്ട്. ഒരുപാട് സമയം അയാൾ എന്ത് കരിയറിൽ ചെയ്യണമെന്ന് അറിയാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ കടന്നുപോയത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ അഡോളസൻസ് പീരീഡിൽ നേരിടുന്ന ഐഡന്റിറ്റി ക്രൈസിസിനെ കുറിച്ചിട്ട് ഒരുപാട് സംസാരിച്ചത് കൊണ്ടാണ് സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് ഐഡന്റിറ്റിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള തിയറിയാണ് എറിക്സന്റെ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ചോദ്യം, ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ എറിക്സന്റെ തിയറിയൊക്കെ ഈ കൗൺസിലിംഗ് പെർസ്പെക്റ്റീവിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാലും പ്രാക്ടിക്കൽ റെലവൻസ് വളരെ കുറവാണ്. എല്ലാം ഇപ്പൊ ഇതുവരെ നിങ്ങൾ പഠിച്ച എല്ലാ തിയറീസും ഔട്ട്ഡേറ്റഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങളൊരു അക്കാഡമിക് ഫിലോസഫർ ആ ഒരു കൺസെപ്റ്റിലൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, റിസർച്ച് ചെയ്യുന്നതെങ്കിൽ ചില ആസ്പെക്റ്റുകളൊക്കെ ഇപ്പൊ ഡിസ്കസ് ചെയ്ത തിയറീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നും. അല്ലാതെ മോഡേൺ സൈക്കോളജിയിലേക്കോ അല്ലെങ്കിൽ പ്രാക്ടീസിലേക്കോ ഇൻഫ്ലുവൻസ് ആയി വന്നിട്ടുള്ളത് ബേസിക് കൺസെപ്റ്റ് മാത്രമാണ്. അമ്മയും ചൈൽഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അഡോളസൻ പീരീഡിൽ ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ചില കൺസെപ്റ്റ്സ് മാത്രമേ റെലവന്റ് ആയിട്ട് വരുന്നുള്ളൂ. തിയറി മൊത്തത്തിൽ നമ്മൾ എടുക്കാറില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സർ, ഈ തിയറീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുള്ള എക്സാംസ് ഏതാന്നറിയാമോ? UGC നെറ്റിന്റെ ചില എക്സാംസിൽ എറിക്സന്റെ തിയറീസിനെ ബേസ് ചെയ്തിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിനേക്കാൾ ഒരു എളുപ്പവഴി നമുക്കിപ്പോ എക്സ്ട്രാ അഡീഷണൽ വന്നിരിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ടല്ലോ. എറിക് ഫ്രോം അതൊക്കെയാണോ? പുതിയ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ChatGPTയും ക്ലൗഡ് AI ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ചെറിയ എന്താ പറയാ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ന ആളുടെ പേഴ്സണാലിറ്റി തിയറി ആസ്പദമാക്കിയിട്ട് എനിക്കൊരു 30 MCQ വേണം എന്ന് പറഞ്ഞ് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ മോഡൽ ക്വസ്റ്റ്യൻസ് അവർ തരും, ഓൾമോസ്റ്റ് ഇന്റർനെറ്റ് ഒക്കെ തപ്പിയിട്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഇത് ചോദിക്കുന്നത് വളരെ റയറാണ്. ആരോ എന്തോ ചോദിച്ചു. സാറ് ഞങ്ങളുടെ ഇപ്പൊ സിലബസ് അനുസരിച്ചുണ്ടല്ലോ, ഇങ്ങനെ ഓരോ ടോപ്പിക്കിനും ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിന്റെ വീടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറഞ്ഞിട്ട് തന്നേക്കണേ. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഫുള്ള് ഇത്തരത്തിലുള്ള തിയറികളാ. പിന്നെ ഇനി സെൽഫാണ് പറഞ്ഞത് 9th ചാപ്റ്ററിൽ. ഇത് രണ്ടും ഇപ്പൊ ഞാൻ സോഷ്യൽ വർക്കാണ്, അപ്പൊ ഞങ്ങക്ക് ഇതിനെ കുറിച്ച് അത്ര അറിവില്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷനാണ്. ഇത് എങ്ങനെ ചോദിക്കുന്ന അറിയില്ല, കൺഫ്യൂഷൻ എല്ലാവരും പറഞ്ഞോണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. എന്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ബേസിക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ, ആഴത്തിലൊന്നും ചോദിക്കില്ല.
ഇപ്പൊ ചില തിയറീസ് ഒക്കെ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പോയിട്ടുള്ളൂ, ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ വിട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ തന്നെ ചോദിക്കാനും സാധ്യതയുള്ളൂ. ഈ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യത്തിന്റെ ഫോർമാറ്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ സ്ലൈഡ്സിൽ റെഡ് കളറിൽ വെച്ചിട്ടുള്ള ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾ സേഫ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു എറിക്സൺ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചാലഞ്ച് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ്? ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. ഏത് സ്റ്റേജിലാണ് ആളുകൾ? അതെ, അഡോളസന്റ് സ്റ്റേജിലാണ്. യെസ്, അഡോളസന്റ് സ്റ്റേജിലാണ് ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ടാവുന്നത്. നമ്മൾ എടുത്തപ്പോൾ അത് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറിക്സന്റെ തിയറിയിലെ ഏത് സ്റ്റേജിലാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ എന്നുള്ള ചലഞ്ച് ഉണ്ടാവുന്നത്? ഏർലി അഡൾട്ട്ഹുഡില് മറ്റേ ഇതായിരുന്നു, എന്താ, ലവ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നല്ലോ. മിഡിൽ അഡൾട്ട്ഹുഡിലാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ലേറ്റ് അഡൾട്ട്ഹുഡില് ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. ആ ടേംസ് പഠിച്ചു പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിയിലെ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് സ്റ്റേജിന്റെ മെയിൻ ഫോക്കസ് എന്താണ്? മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുന്നതാണോ, സെൻസ് ഓഫ് പർപ്പസ് ഡെവലപ്പ് ചെയ്യുന്നതാണോ, ഫോമിംഗ് റിലേഷൻഷിപ്സ് ആണോ, അച്ചീവിങ് അക്കാഡമിക് സക്സസ് ആണോ? ബി, ഡെവലപ്പിംഗ് ഈ സെൻസ് ഓഫ് പർപ്പസ്. ബി. യെസ്, കാരണം എന്താണ്, നമ്മൾ ഓരോ സ്റ്റേജിന്റെ ആയിട്ട് ഡിസ്കസ് ചെയ്തു പോകുമ്പോൾ സ്ട്രെങ്ത്തുകൾ പറഞ്ഞിരുന്നില്ലേ, വെർച്യു. ആ ഒരു വെർച്യുവിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഉത്തരം വരുന്നത്. അപ്പൊ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ടില് സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുന്ന വെർച്യു ആണ് വരുന്നത്. അതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം അതാവാൻ കാരണം. ഇനി ഫ്രോംസ് തിയറിയില് ഏത് ക്യാരക്ടർ ഓറിയന്റേഷൻ ആണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആൻഡ് ഹെൽത്തി? ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡി. യെസ്, പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ എടുത്തു പറഞ്ഞാണ് ആദ്യത്തെ 4 റിസപ്റ്റീവ്, എക്സ്പ്ലോയിറ്റേറ്റീവ്, ഹോർഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് അൺപ്രൊഡക്റ്റീവ് ആണ്. ഒരെണ്ണം മാത്രമേ അദ്ദേഹം പ്രൊഡക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ളൂ, അത് പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ തന്നെയാണ്. സോ അതിന്റെ ആൻസർ ഈസ് പ്രൊഡക്റ്റീവ് ഓറിയന്റേഷൻ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എറിക് ഫ്രോംസ് കൺസെപ്റ്റ് ഓഫ് സിംബയോട്ടിക് റിലേറ്റഡ്നെസ്? സിംബയോട്ടിക് റിലേറ്റഡ്നെസ് കൺസെപ്റ്റ് ഏതാണ് ഉദ്ദേശിക്കുന്നത്? ബി ആണോ? ബി ആണോ? വേറെ അഭിപ്രായം? സിംബയോട്ടിക് റിലേറ്റഡ്നെസ്സിൽ നമ്മൾ എന്താ പറഞ്ഞ, എല്ലാത്തിലും ഒരു വ്യക്തിയെ തന്നെ ഓവർലി ഡിപ്പെൻഡന്റ് ആയി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ് സിംബയോട്ടിക് റിലേറ്റഡ്നെസ്സിൽ നമ്മൾ പറഞ്ഞത്, അല്ലെ? സോ ഇവിടെ ആക്ച്വലി ബിയും വരാം, വൺ പേഴ്സൺ ഈസ് ഡോമിനന്റ് ആൻഡ് അതർ ഈസ് സബ്മിസീവ് വരാം. പക്ഷെ ബിന്റെ അർത്ഥം കുറച്ചും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ വിഡ്രോവൽ ആൻഡ് ഡിസ്ട്രക്റ്റീവ്നെസ് സ്റ്റേജുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടല്ലോ. വിഡ്രോവൽ ആൻഡ് ഡിസ്ട്രക്റ്റീവ്നെസ് സ്റ്റേജിൽ നമ്മൾ ഒരാളുടെ വല്ലാതെ ഡോമിനന്റ് ആകുമ്പോൾ കുട്ടി ഫ്രീഡം തേടി പോകുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പൊ സിംബയോട്ടിക് റിലേറ്റഡ്നെസ് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ട് വരുന്നത് ഓവർലി ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ, സി എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. ക്ലിയർ ആയോ? സോ അതിന്റെ ആൻസർ ഓവർലി ഡിപ്പെൻഡൻസ് ആണ്. ഇനി ഹാരി സ്റ്റാക്ക് സളിവന്റെ പ്രൈമറി ഫാക്ടർ ഇൻഫ്ലുവൻസിങ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്താണ്? ഈസി ക്വസ്റ്റ്യൻ. സി. യെസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ ആ ഇത് എടുത്തപ്പോൾ തന്നെ ഒരുപാട് തവണ, തിയറി എടുത്തപ്പോൾ തന്നെ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എങ്ങനെ മാറുന്നത് എന്ന് കാണിക്കുന്ന തിയറിയാണ് സളിവന്റെ. ഓക്കെ, സോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. താങ്ക് യു.